നമുക്ക് ഒരു വാക്കും കൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. ഞങ്ങൾ പാടിയതുപോലെ ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യ ജീവിതമാണ്. അങ്ങയുടെ അടുത്തുള്ള വാസത്തെ ഓർക്കുമ്പോൾ ഉള്ള ആ പ്രത്യാശ ഞങ്ങളിൽ നിറയട്ടെ കർത്താവേ. അതെ കർത്താവേ, ഇപ്പോൾ തന്നെ ആ വാസം തുടങ്ങിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അന്ന് അക്ഷരികമായിട്ട് കർത്താവേ അവിടുത്തെ മാർബോട് ചാരി കർത്താവേ അവിടുത്തെ എപ്പോഴും അനുഗമിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പോകുന്നിടത്തൊക്കെയും സ്വർഗത്തിലെ കർത്താവെ അങ്ങയോടൊപ്പം ആയിരിക്കാൻ, അങ്ങയോട് ഏറ്റവും അടുത്തിരിപ്പാൻ തക്കവണ്ണം ഇന്ന് തന്നെയും കർത്താവെ അങ്ങയോട് ഏറ്റവും അടുത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ അവിടുന്ന് തന്നെ കർത്താവെ കാണിച്ചു തരുമ്പോൾ കർത്താവെ മാനസാന്തരപ്പെട്ട് കർത്താവെ ഞങ്ങൾ ന്യായീകരിക്കാതെ കർത്താവെ ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് ഒരു വട്ടപൂജ്യമായിട്ട് ഒരു സീറോ ആയിട്ട് താഴ്ത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് കഴുകണം. സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. നിങ്ങൾക്ക് അങ്ങേ കാണണം, അങ്ങേ കേൾക്കണം. കർത്താവെ നിത്യതയ്ക്ക് പ്രയോജനമാകുന്ന കാര്യങ്ങളെ കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളോട് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളോട് കർത്താവെ അവിടുന്ന് അരുളി ചെയ്യണം. കർത്താവെ ഞങ്ങളെ ഏറ്റവും അങ്ങയോട് ചേർക്കുവാൻ തക്കവണ്ണമുള്ള അവിടുത്തെ വചനം കർത്താവെ ഞങ്ങൾക്ക് ആ മന്ന കർത്താവെ അവിടുന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണമെല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീനാണ്. നമ്മളിപ്പോൾ മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം ആണ് ഇവിടെ ചൊവ്വാഴ്ചത്തെ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ. വെളിപാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നമ്മുടെ സഹോദരൻ സാക്വൻ ബ്രദർ എഴുതിയ അന്തിമോചി എന്നുള്ള ആ പുസ്തകം, അത് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ വാക്യ പഠനമായിട്ടുള്ള ആ പുസ്തകം, അത് നമ്മൾ അതിലെ എക്സ്പ്ലനേഷൻ കൂടെ വായിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ഗഹനമായിട്ട് ആഴത്തിലേക്ക് ചിന്തിക്കുവാൻ നമ്മളെ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വെളിപാട് പുസ്തകത്തിൻ്റെ ഇതുവരെയുള്ള വെളിപാട് പുസ്തകത്തിലെ കാര്യങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് സംക്ഷിപ്തമായിട്ട് ഈ 14 അധ്യായത്തിൻ്റെക്ക് നമ്മളൊന്ന് ഓടിച്ചെത്തണമെങ്കിൽ വെളിപാട് പുസ്തകം നമുക്കറിയാം. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിൻ്റെ മാർബോട് ചാരിയുന്ന ആ യോഹന്നാൻ അപ്പോസ്തലൻ, അദ്ദേഹം 90-ലേറെ വയസ്സ് ഉള്ള സമയത്ത് 96 AD 94 മുതൽ 96 AD ആ സമയം, ആ കാലഘട്ടത്തിലാണ് AD 94 മുതൽ 96 ഏകദേശം AD 95 കാലഘട്ടത്തിലാണ് ഈ വെളിപാട് പുസ്തകം. നമ്മളിപ്പോൾ 2024 വർഷമാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പം 95 AD എന്ന് പറയും കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള കർത്താവ് BC 4 ജനിച്ചു. AD 30 കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് 65ഓളം വർഷത്തിന് ശേഷം എഴുതപ്പെട്ട ബൈബിളിലെ അവസാനത്തെ പുസ്തകമായിട്ടാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ബൈബിളിലെ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനമാണെന്നും വെളിപാട് പുസ്തകമാണെന്നും ഒക്കെ 2 അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും വൺ ഓഫ് ദി ലാസ്റ്റ് റിട്ടൺ ബുക്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ വെളിപാട് പുസ്തകം അതൊരു പ്രവചന പുസ്തകം ആയതുകൊണ്ടും കൂടാണ് അത് ഏറ്റവും അവസാനമായിട്ട് ലേഖനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനവും കഴിഞ്ഞ് യൂദയുടെ ലേഖനവും കഴിഞ്ഞിട്ട് ഈ പ്രവചന പുസ്തകം ആയതുകൊണ്ട് അവസാനമായിട്ടത് പുതിയ നിയമത്തിന് അവസാന പുസ്തകമായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത്. അത് യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് എന്നുള്ള ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാടാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീയിലുള്ള അതിൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് എംബെയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഈജിയൻ കടൽ, ആ കടലിലുള്ള ഒരു അതായത് ഫലഭൂയിഷ്ടമൊന്നും അല്ലാത്ത ബാരനായിട്ടുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. അപ്പം അവിടെ താൻ നാടുകടത്തപ്പെട്ടു. എന്നാൽ താൻ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്തൃദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്തൃദിവസം എന്ന് പറയുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം, എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസം തന്നെയാണ്. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. നമ്മൾ അത് പാട്ടിൽ പാടുന്നത് മാത്രമല്ല, അത് പാട്ട് എവിടുന്നാന്ന് ചോദിച്ചാൽ 118 സങ്കീർത്തനത്തിൻ്റെ 23-24 വാക്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ കർത്താവ് ഉണ്ടാക്കിയ ദിവസം, എല്ലാ ദിവസവും കർത്തൃദിവസം തന്നെയെന്ന് കർത്തൃദിവസം എന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ വെളിപാട് 1-ൽ പറയുമ്പോൾ അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായ ഞായറാഴ്ച ആയിരിക്കണം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഏത് ദിവസമായാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആത്മവിവശനായി എന്നൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ആത്മാവിന് അധീനനായി എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കണം അന്നത്തെ പരിഭാഷയിൽ അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സിമ്പിളായിട്ട് ഗ്രീക്കിൽ ന്യൂമ, ഇൻ ദ സ്പിരിറ്റ്, ഇംഗ്ലീഷിൽ അത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലായിരുന്നു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച 1 കൊരിന്ത്യർ 6:17 നമ്മൾ ചിന്തിച്ചതുപോലെ ഒരുവൻ
കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവിനോട് ഏക ആത്മാവാകുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനോട് ഏക ആത്മാവായിട്ട് യോഹന്നാൻ അപ്പോസ്തലനെ പോലെ അതുപോലെ ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു അപ്പോസ്തലൻ എപ്പോഴും ഒരു കർത്താവിനോട് ഏകാത്മാവായിട്ട് തന്നെ നടന്ന മനുഷ്യനാണ്. ഇന്ന് അന്ന് കർത്തൃ ദിവസത്തിൽ ഒരു ഫ്രഷായിട്ടുള്ളൊരു അനോയിൻറ്റിങ്ങോടുകൂടി കർത്താവിനെ അതുവരെയുള്ള ഞായറാഴ്ചകളിലെല്ലാം അദ്ദേഹം ബാക്കിയുള്ള സഹോദരങ്ങളോട് കൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇന്ന് തൻ്റെ കൂടെ കൂട്ടായ്മയ്ക്കായിട്ട് ആരുമില്ല. ആരെയാ ഉള്ളത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിന്നെ ഓഫ്കോഴ്സ് ദൂതന്മാരുടെ വലിയ സംഘമാണ് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന. വേറെ മനുഷ്യരായിട്ട് ആരും ഇല്ലായിരുന്നു. ചിലപ്പോൾ വല്ല ജന്തുക്കളോ ജീവജാലങ്ങളോ എന്തെങ്കിലുമൊക്കെ പക്ഷികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായിട്ട് ആത്മാവിലായി ആ ഒരു യേശുവിനെ തന്നെ അവിടെ നിന്ന് യേശുവിൻ്റെ ആ വെളിപ്പാട് തനിക്ക് ലഭിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പിന്നെ കർത്താവിന് അന്നത്തെ 7 സഭകളോട്, അന്ന് ഏഷ്യ മൈനർ, ഇന്നത്തെ തുർക്കി പ്രദേശം ഏഷ്യ മൈനറിലുണ്ടായിരുന്ന 7 സഭകൾക്ക് എഴുതിയ ഒരു ദൂതുകൾ ഈ യോഹന്നാനിലൂടെ കർത്താവ് കൊടുക്കുന്നതായിട്ട് നമ്മൾ 2-3 അധ്യായങ്ങളിൽ കണ്ടു. അതിനുശേഷം 4-ാം അധ്യായത്തിൽ, വെളിപ്പാട് 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ നമ്മൾ കാണുന്നു. വെളിപ്പാട് 4-ന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ ആ തുറന്ന വാതിലിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പിതാവാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ അവർ പുത്രനെ ആരാധിക്കുന്നതായിട്ട് 5-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മുടെ യഹോവ സാക്ഷിക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ യേശു സൃഷ്ടിയല്ല, മറിച്ച് നമ്മുടെ ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്ന പോലെ യേശു കർത്താവ് സ്രഷ്ടാവാണ്. അവിടുന്ന് ത്രിയേക ദൈവത്തിൽ രണ്ടാമനാണ്. അപ്പം പിതാവിനെ ആരാധിക്കുന്ന പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് 5-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 5-ന്റെ 8-ാമത്തെ വാക്യത്തിൽ, 4-ന്റെ 10-ാമത്തെ വാക്യത്തില പിതാവിനെ ആരാധിക്കുന്ന ഒരു കാര്യം. 24 മൂപ്പന്മാരൊക്കെ വീണ്, 4-ന്റെ 10-ൽ 24 മൂപ്പന്മാരും സിംഹാസനം ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എഴുന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ നമസ്കരിച്ചു, പ്രോസ്കീനിയോ ആരാധിച്ചു, വർഷിപ്ഡ് എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 4-ന്റെ 10-ൽ പിതാവിനെ ആരാധിച്ചതുപോലെ തന്നെ പുത്രനെ ആരാധിക്കുന്നത് 5-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിതാവിന്റെ കയ്യിൽ ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം നമ്മൾ കാണുന്നു. അത് ഭൂമിയുടെ ആധാരം എന്ന വണ്ണമുള്ള ഒരു പുസ്തകമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ശകരിയാവിന്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ പല പ്രവചനങ്ങളൊക്കെ കമ്പയർ ചെയ്ത് അത് ഭൂമിയുടെ ശിക്ഷാവിധിയെക്കുറിച്ച് പറയുന്ന, ഭൂമിക്ക് മേലുള്ള ന്യായവിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണെന്നുള്ള കാര്യമൊക്കെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്നുമല്ല നമ്മൾ പല റെഫറൻസസ് ഒക്കെ കണ്ട് അങ്ങനെയുള്ളൊരു പുസ്തക ചുരുളാണെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അങ്ങനെ ആ മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങിക്കാൻ ജയിച്ചവനായ കുഞ്ഞാടിന് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ വെളിപ്പാട് 5-ന്റെ 5-ൽ കണ്ടു. യേശു കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഈ പുസ്തകം വാങ്ങുന്നതൊക്കെ നമ്മൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. യേശുവും പിതാവും ഒക്കെ ഒന്നാ, ത്രിയേക ദൈവം ഇല്ല എന്നൊക്കെ പറയുന്ന യേശുനാമക്കാരെന്നൊക്കെ പറയുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ അത് വചനവിരുദ്ധമായിട്ടുള്ളൊരു ഉപദേശമാണെന്ന് വീണ്ടും നമുക്ക് ഇവിടെ കാണാനൊക്കെ 5-ന്റെ 7-ൽ നമ്മൾ കാണുന്നത് എന്താ? പുത്രൻ ചെന്ന് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുസ്തകം വാങ്ങുക ചെയ്യുന്നത്, ഈ പുസ്തക ചുരുൾ വാങ്ങുക ചെയ്യുന്നത്. അപ്പം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ്, 3 persons, 1 being but 3 persons ആണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അതിൽ നിന്ന് വ്യക്തമല്ല. അത് പിതാവും യേശുവും ഒരേ വ്യക്തിയാണെങ്കിൽ യേശു തന്നെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയെന്ന് പറയേണ്ടി വരും. അപ്പം എന്നാൽ നമ്മൾ വചനം അത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പലരുടെയും തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻസിലൊക്കെ കുഴങ്ങിയ പലരും പല ദുരുപദേശങ്ങളിലോട്ടൊക്കെ പോകുന്നതെന്ന് നമ്മൾ വചനം അതിൻ്റെതായ ലാളിത്യത്തിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വചനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം വെവ്വേറെ വ്യക്തിത്വങ്ങളാണ്, ഒരേ ദൈവവുമാണ്, ഒരേ അസ്തിത്വം എന്ന 3 വ്യക്തിത്വം, 1 being 3 persons. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുന്നതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം അത് അന്ത്യകാല സംഭവങ്ങളുടെ ഓരോ പരമ്പര അവിടെ തുടങ്ങുക ചെയ്യുന്ന ഒരു സീരിയലായിട്ട്. അപ്പോൾ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പം ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ, 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ വലിയൊരു യുദ്ധം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു ഭൂമിയിൽ. 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതൊക്കെ വെളിപ്പാട് 6-ന്റെ 5-ാമത്തെ വാക്യത്തിലെ 3-ാമത്തെ മുദ്ര. ഞാനിത് പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പം വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു. 4-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പല ബാധകളാലുള്ള മരണം ഉണ്ടാകുന്നു. അത് മരണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓഫ്കോഴ്സ് ഭൂമിയിലെ മരണം ഉണ്ടാകുന്നു. ഇവിടെ ഭൂമിയുടെ കാലംശം 4-1 പോപ്പുലേഷൻ പെട്ടെന്ന് മരണത്തിനിടയാകുന്ന തരത്തിലുള്ള ബാധകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ. ആ ബാധകൾ എന്ന് പറയുന്നത്
നമ്മൾ വെളിപാട് 4:8 നമ്മൾ വെളിപാട് 6:8 നമ്മൾ വായിക്കുന്നുണ്ട്. വാളുകൊണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട്, പിന്നെ ക്ഷാമം, മഹാവ്യാധി, പിന്നെ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്, അങ്ങനെയൊക്കെ 4 മുഖാന്തരങ്ങളിലുള്ള മരണം. അത് ഭൂമിയിൽ അതൊരു കാലംശം 1/4 ഓഫ് ദ പോപ്പുലേഷനൊക്കെ മരിക്കുന്ന ഒരു കാര്യമൊക്കെ 4ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നുണ്ട്. 5ാമത്തെ മുദ്രയിലാണ് മഹോപദ്രവത്തിൻ്റെ കാര്യം. അതായത് സാത്താൻ്റെ ക്രോധം എതിർ ക്രിസ്തുവാകുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവമക്കൾക്ക് മേലെയും ഇസ്രായേലിന് മേലെയും ആയിരിക്കുമ്പോൾ ഇസ്രായേലിനെയും പീഡിപ്പിക്കാൻ നോക്കുന്നു. ഇസ്രായേലിനെ കിട്ടാതെ വരുമ്പോൾ ദൈവമക്കളെ പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വലിയൊരു മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ, അത് സഭ അതിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നത്. അപ്പം അങ്ങനെ മഹോപദ്രവത്തിൻ്റെ കാര്യം 5ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആ ഒരു അതിൻ്റെ സൂചനകളൊക്കെ നമ്മൾ കാണുന്നത്. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും പിന്നീട് ഉണ്ടാകുന്ന കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ ക്രോധത്തെക്കുറിച്ചുള്ളൊരു സൂചനയൊക്കെ 6ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നു. 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ന്യായവിധി ഭൂമിയിൽ അത് നിറവേറാൻ തുടങ്ങുന്നത്. ആ 7ാമത്തെ മുദ്രയെക്കുറിച്ച് നമ്മൾ 8ാം അധ്യായം മുതലേ വായിക്കുന്നത്. അപ്പോൾ അതിന് ഇടയിലുള്ള 7ാമത്തെ അധ്യായത്തിൽ, വെളിപാട് 7ാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടേ? ആ കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവ് വരുമ്പോഴത്തേക്കും കർത്താവ് വന്ന് ഭൂമിയിൽ തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട്, ഭൂമിക്ക് മേലുള്ള ഒരു വലിയ ന്യായവിധി ഒഴിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ഇസ്രയേലിലെ ഒരു ശേഷിപ്പ് 144,000 പേര്, നമ്മളിപ്പം വെളിപാട് 14ാം അധ്യായത്തിൽ കാണുന്ന 144,000 പേരല്ല, ഇത് യഹൂദന്മാരായിട്ടുള്ള 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ചുള്ള 144,000 പേര് മുദ്രയിടുന്ന കാര്യമാണ് വെളിപാട് 7ാം അധ്യായത്തിന് ആദ്യത്തെ 8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 9ാമത്തെ വാക്യം മുതൽ, വെളിപാട് 7:9 മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിനെ ആഗോളസഭ പല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെല്ലാം എണ്ണിക്കൂടാത്തൊരു വലിയ പുരുഷാരം എന്നൊക്കെയാണ് വെളിപാട് 7:9 നമ്മൾ വായിക്കുന്നത്. അവർ വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായിട്ട് കുഞ്ഞാടിനെ സ്തുതിക്കുന്നതായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നിത്യതയോളമുള്ള ആ ഒരു ദൈവത്തിൻ്റെ ആശ്വാസത്തെക്കുറിച്ചുള്ളൊരു സൂചനയൊക്കെയാണ് നമ്മൾ പിന്നീട് ആ വെളിപാട് 7ാം അധ്യായത്തിന് ബാക്കിയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. പിന്നെ 8ാം അധ്യായത്തിൽ 7ാമത്തെ മുദ്ര, 6 മുദ്ര വരെ നമ്മൾ 6ാം അധ്യായത്തിൽ വായിച്ചു. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന 8ാം അധ്യായത്തിൽ, ആ 8ാമത്തെ അധ്യായത്തിലുള്ള 7ാമത്തെ മുദ്ര എന്ന് പറയുമ്പോൾ അവിടെ ഓരോ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഒരു അരമണിക്കൂർ സൈലൻസ്, ഒരു നിശബ്ദത ഉണ്ടായ കാര്യമൊക്കെ 8ാം അധ്യായത്തിന് 1ാമത്തെ വാക്യത്തിൽ 7 ദൂതന്മാർ 7 കാഹളങ്ങൾ ഊതുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കാഹളം, 1ാമത്തെ കാഹളം ഊതുമ്പോൾ 2ാമത്തെ കാഹളം ഊതുമ്പോൾ അങ്ങനെ 4 കാഹളങ്ങൾ ഊതുന്ന കാര്യമൊക്കെ ഈ 8ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഓരോ കാഹളം ഊതുമ്പോഴും ഭൂമിക്ക് മേലുള്ള ന്യായവിധി, ജലാശയങ്ങൾക്ക് മേലെ, അതുപോലെ തന്നെ മത്സ്യാദികൾക്ക് മേലെ, സസ്യാദികൾക്ക് മേലേക്കുള്ള ഓരോ ന്യായവിധിയൊക്കെ നമ്മൾ ആ ഒരു ആകാശഗോളങ്ങൾക്ക് മീതെയൊക്കെ ഉള്ള പല എഫക്ട്സ്, പല അതിനന്തര ഫലങ്ങളൊക്കെ നമ്മൾ 8ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ 9ാം അധ്യായത്തിൽ 5ാമത്തെ ദൂതൻ, 5ാമത്തെ കാഹളം, 5ാമത്തെ ദൂതൻ 5ാമത്തെ കാഹളവും, പിന്നെ 6ാമത്തെ ദൂതന് 6ാമത്തെ കാഹളവും എല്ലാം ഇത് 9ാം അധ്യായത്തിൽ, വെളിപാട് 9ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 10ാം അധ്യായത്തിൽ കർത്താവ് അവിടെ ഒരു ദൂതനെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അതായത് 6 കാഹളങ്ങൾ വരെ നമ്മൾ 9ാം അധ്യായത്തിൽ കണ്ടു. 7ാമത്തെ കാഹളം ശരിക്കും 11ാം അധ്യായത്തിന് 15ാമത്തെ വാക്യം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് ഒരു രാജ്യത്വം 1000 വർഷക്കാലമുള്ള ഒരു സഹസ്രാബ്ദ വാഴ്ച, മില്ലിനിയൽ റെയിനിൻ്റെ ഒരു ആരംഭമാണ് 11ാം അധ്യായത്തിന് 15ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് 10ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടതുപോലെ കാലാനുക്രമമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലല്ല വെളിപാട് പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മുടെ ക്യൂരിയോസിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ തക്ക വേണം. പിന്നെ ആദ്യം ഒരു ഓവറോൾ പിക്ചർ തന്നിട്ട് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുന്നത് പോലെ പിന്നെ ഒരു ഓവറോൾ പിക്ചർ, പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ദൈവാത്മാവ് ഈ വെളിപാട് പുസ്തകം ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ 6ാമത്തെ കാഹളത്തെക്കുറിച്ച് 9ാം അധ്യായത്തിന് അവസാനം വായിച്ചിട്ട് പിന്നെ 7ാമത്തെ കാഹളം അത് 11ാം അധ്യായത്തിന് 15ാമത്തെ വാക്യം മുതൽ അവിടെയാണ് കർത്താവിൻ്റെ രാജ്യത്വം തുടങ്ങുന്നതൊക്കെ. അപ്പോൾ അതിനു മുമ്പ് 10ാം അധ്യായത്തിൽ ഒരു ദൂതൻ
ഈ തുറന്ന പുസ്തകമായിട്ട്, അതുവരെ മുദ്രയിടപ്പെട്ട പുസ്തകമായിട്ട് കണ്ട ആ പുസ്തകം ഇപ്പം മുദ്രകളെല്ലാം പൊട്ടിച്ച് തുറന്ന പുസ്തകമായിട്ട് ഈ ദൂതൻ നിൽക്കുന്നതും, അവൻ ഒരു കാല് ഭൂമിയിലും ഒരു കാല് സമുദ്രത്തിലൊക്കെ വെച്ച് നിൽക്കുന്ന വലിയൊരു ദൂതൻ. അപ്പോൾ സിംഹാലറം പോലുള്ള ശബ്ദം ഒക്കെ 3-ാമത്തെ വാക്യം, വെളിപാട് 10:3, ദൈവം ദാസന്മാരോട് അരുളി ചെയ്തതെല്ലാം നിവൃത്തിയാകുന്ന അവൻ ദൈവത്തെ വിളിച്ച് ആണയിട്ട് പറയുന്നതൊക്കെ അതിന് 6-7 വാക്യങ്ങൾ, വെളിപാട് 10:6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അതിനുശേഷം ഈ പുസ്തകം എടുത്ത് ഭക്ഷിക്കാൻ യോഹന്നാനോട് പറയുന്നു. യോഹന്നാൻ ഭക്ഷിക്കുന്നു. ആ വായിലെ മധുരവും വയറ്റിൽ കയ്പുമായിട്ട് കർത്താവിൻ്റെ വചനത്തിലെ ഗ്രേസ് ആൻഡ് ട്രൂത്ത്, കൃപയും സത്യവും, കർത്താവിൻ്റെ വചനത്തിലെ ആശ്വാസവും ഉത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ അവിടെ സ്വയത്തിൻ്റെ മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു ദൈവവചനത്തിൻ്റെ ആ ഒരു കയ്പ്, ജഡത്തിലൊരു കഷ്ണം സഹിക്കുന്നു. എന്നാൽ അത് വീണ്ടും അത് ആത്മാവിലൊരു മാധുര്യമായിട്ട് മാറിത്തീരുന്നു. അപ്പം അങ്ങനെ ആ ദൈവത്തിൻ്റെ വചനത്തിൽ മാധുര്യവും കയ്പും ഉണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഭാഗമായിട്ട് തീരുമ്പോൾ, നമ്മുടെ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരുമ്പോഴാണ് നമുക്ക് ആ ദൈവവചനം ഒരു അനുഭവമായിട്ട്, അനുസരണമായിട്ട്, വെളിപ്പാടായിട്ട്, അനുഭവമായിട്ടായി തീരുന്നത്. അപ്പോഴാണ് നമുക്ക് ആ വചനം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ദഹിച്ച് കഴിയുമ്പോഴത്തേക്കും നീ പിന്നെയും പ്രവചിക്കേണ്ടി വരുമെന്നാണ് വെളിപാട് 10:11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തുടർന്ന് പ്രവചിക്കുന്ന കാര്യങ്ങൾ 11-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. അവിടെ അവസാനത്തെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ 3.5 വർഷക്കാലം ഉള്ള ആ സമയത്ത് 2 സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യം. 2 സഹോദരന്മാർ, അവരുടെ ശുശ്രൂഷ മോശയുടെ ഏലിയാവിൻ്റെ ശുശ്രൂഷ അനുസ്മരിപ്പിക്കത്തക്കവണ്ണമുള്ള ശുശ്രൂഷയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തെ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. അവർ കർത്താവിൻ്റെ വലിയ ധീരസാക്ഷികളായിട്ട് അവരായിരിക്കുന്നു. ഇത് ക്രിസ്തു അവരെ കൊല്ലുവാനാവിധ വിധം നോക്കിയെന്ന അവരുടെ ശുശ്രൂഷ കഴിഞ്ഞ് 3.5 വർഷക്കാലം അവരുടെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ഇത് ക്രിസ്തുവിനെ ഇവരെ കൊല്ലുവാൻ സാധിക്കുന്നത്. അവരുടെ ശരീരം പിന്നെ മൃതശരീരം ആരും കുഴിച്ചിടാതെ ആ ശരീരം യെരുശലേം തിരുവീഥിയിൽ 3.5 ദിവസം കിടക്കുന്നതൊക്കെ നമ്മൾ വെളിപാട് 11:9 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും ആ ഡെഡ് ബോഡി 3.5 വർഷക്കാലം കാണുന്നു, 3.5 ദിവസം കാണുമെന്ന് പറഞ്ഞാൽ ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ അത് 3.5 ദിവസം കാണുന്നുള്ള കാര്യം നമുക്കിന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിനുശേഷം അവർ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ തുടർന്ന് കാണുന്നത്. പിന്നെ 7-ാമത്തെ കാഹളത്തിൻ്റെ കാര്യം 15-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ട്. അവിടാണ് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കം. അവിടാണ് കർത്താവിൻ്റെ മക്കൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ 18-ാമത്തെ വാക്യം, വെളിപാട് 11:18 കർത്താവിൻ്റെ മക്കൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചൊക്കെ, ദാസന്മാരുടെ പ്രവാചകന്മാർക്കൊക്കെ ഉള്ള പ്രതിഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. നമുക്കൊരു റിവാർഡുണ്ട് കർത്താവിനെ ആയിട്ട് നമ്മളെ ചെയ്ത ഓരോ കാര്യത്തിനും. കർത്താവിനായിട്ട് നമ്മൾ ചെയ്ത ജീവിച്ചതെല്ലാം കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് പ്രതിഫലം കൊടുക്കുവാൻ അവിടുന്ന് വരുന്നു. എന്നാൽ 1000 വർഷക്കാലത്തിന് ശേഷമാണ് അൺബിലീവേഴ്സ്, അവിശ്വാസികൾക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ചുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നത്. പിന്നെ 12-ാം അധ്യായത്തിൽ, വെളിപാട് 12-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ഇസ്രായേലിൻ്റെ സന്തതിയായിട്ട് വന്ന യേശുക്രിസ്തുവിനെ ഒടുക്കിക്കളയാനായിട്ട് സാത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാര്യവും അവനൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് വരുന്നതിൻ്റെ 3.5 വർഷക്കാലം മുമ്പായിട്ട് സാത്താനെയും അവൻ്റെ കൂടെയുള്ള ദുരാത്മാക്കളെ എല്ലാം കൂടെ മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള ദൂതസംഘം അവർ 2-ാം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്ന കാര്യമൊക്കെയാണ് വെളിപാട് 12:9 നമ്മൾ വായിക്കുന്നത്. പിശാചിൻ്റെ 2 പേരൊക്കെ നമ്മൾ 9-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ അവൻ വഞ്ചകനാണ്, ലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന വഞ്ചകൻ, ഡിസീവറാണ്. എന്നാൽ സഹോദരന്മാരെ കുറിച്ച് ഉള്ള ബന്ധത്തിൽ അവൻ കുറ്റം പറയുന്നവനാണ്, അപവാദിയാണ്, കുറ്റം ചുമത്തുന്ന അപവാദിയാണ്, അക്യൂസർ ഓഫ് എ ബ്രദറൻ. ലോകത്തെ സംബന്ധിച്ചുള്ള അവൻ വഞ്ചിക്കുന്നു, ലോകത്തെ എല്ലാവരും വഞ്ചിക്കുന്നു. എന്നാൽ കുറ്റം ചുമത്താൻ വേണ്ടി ആരെ നോക്കുന്നത് വെച്ചാൽ ദൈവമക്കളെ കുറ്റം ചുമത്താൻ വേണ്ടി നോക്കുന്നത്. വെളിപാട് 12:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവനെ ഓവർകം ചെയ്യുന്ന, അവനെ ജയിക്കുന്ന ജയാളികളെ കുറിച്ച് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ക്രൂശിലൂടെ കർത്താവിൻ്റെ രക്തത്തിലൂടെ അവർ സാക്ഷ്യവചനത്തിലൂടെയൊക്കെ അവർ ജയിക്കുന്നൊരു കാര്യമൊക്കെ 11-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം ഈ പിശാച് ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന ഇസ്രായേലിനെ ദൈവം എയർലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വിമാനത്തിൽ അവരെ വേറെ എവിടെ കൊണ്ടുപോയി പോഷിപ്പിക്കുന്ന ഒരു സൂചനയാണ് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. വിമാനം നമ്മൾ വായിക്കുന്നില്ല, കഴുകന്മാരുടെ 2 ചിറകെന്നാണ് വായിക്കുന്നത്. അപ്പം ഇന്നത്തെ ഭാഷയിൽ ഒരുപക്ഷെ വിമാനമാർഗ്ഗം അവർ വേറൊരിടത്ത് എത്തുന്നതായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ ഇസ്രായേലിനെ കിട്ടാതെ വരുമ്പം സഭയെ പീഡിപ്പിക്കാനായിട്ട് ഇവൻ വരുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ 13-ാം അധ്യായത്തിൽ ഈ മഹാസർപ്പമാകുന്ന പിശാച് 2 മനുഷ്യരെയും കൂടെ കൂട്ടുപിടിക്കുന്നു. ഒന്ന് ബീസ്റ്റ് നമ്പർ 1, 1-ാമത്തെ മൃഗം, പിന്നെ 2-ാമത്തെ മൃഗം. 1-ാമത്തെ മൃഗമാണ്
എതിർ ക്രിസ്തു. രണ്ടാമത്തെ മൃഗമാണ് കള്ളപ്രവാചകൻ. ഒന്നാമത്തെ മൃഗവാഹകൻ എതിർ ക്രിസ്തു. അവന് അവൻ അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടതായിട്ട് നമ്മൾ 13:1 വായിക്കുന്ന. സമുദ്രം ജാതികളെ സൂചിക്കുന്നു. അപ്പോൾ യഹൂദനല്ലാത്ത ജാതീയനായ ഒരു മനുഷ്യനായിരിക്കണം എതിർ ക്രിസ്തു നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമത്തെ മൃഗത്തെക്കുറിച്ച് 11-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. അവന് 2 കൊമ്പാണ് ഉള്ളത്, അവൻ ഭൂമിയിൽ നിന്ന് വരുന്നു. അപ്പോൾ അവനൊരു യഹൂദനായിരിക്കണം. ഈ കള്ളപ്രവാചകൻ ഒരു ആത്മീയ പരിവേഷത്തോടെയുള്ള ഒരു കള്ളപ്രവാചകൻ ഒരു യഹൂദനായിരിക്കണം. അവനും ഈ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് എതിർ ക്രിസ്തുവിനെ ബിംബം ഉണ്ടാക്കുവാൻ തക്കവണ്ണം എല്ലാവരോടും പറഞ്ഞ് എതിർ ക്രിസ്തുവിൻ്റെ ബിംബത്തെയും എതിർ ക്രിസ്തുവിനെയൊക്കെ ആരാധിപ്പിക്കുകയും എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയും സംഖ്യയൊക്കെ എടുക്കാൻ എല്ലാവരെയും ചട്ടം കിട്ടുകയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യ 666 എന്നുള്ള കാര്യമൊക്കെ 18-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയും കാര്യങ്ങളും ഒക്കെ ജ്ഞാനത്തോടെ അതിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ക്രിസ്തു വെളിപ്പെടുന്നിടം വരെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൻ്റെതായ സമയത്ത് കാര്യങ്ങൾ ദൈവം നമുക്ക് അതിന് ജ്ഞാനം തരും. ജ്ഞാനം കൊണ്ട് ആവശ്യമെന്നൊക്കെ നമ്മൾ 17-ന്റെ അവസാനത്തെ വാക്യത്തിൽ 17-ന്റെ അവസാനം വായിക്കുന്നുണ്ടല്ലോ. പിന്നെ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ജയാളികളെ കാണും. 144,000 പേര് എന്നുള്ള ഒരു ചെറിയ ശേഷിപ്പ്, ഒരു കൗണ്ടബിൾ നമ്പർ. വെളിപ്പാട് 7-9 എണ്ണിക്കൂടാത്ത പുരുഷാരത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആഗോള സഭ നൂറ്റാണ്ടുകളായിട്ടുള്ള എല്ലാ വിശ്വാസികളും മാത്രമല്ല, വിശ്വാസികളും അവരോടൊപ്പം തന്നെ അറിയാറാവുന്ന പ്രായത്തിന് മുമ്പേ മരിച്ചുപോയ കുഞ്ഞുങ്ങളും അബോർട്ടഡായിട്ടുള്ള ഫീറ്റസസ് ഭ്രൂണങ്ങളും അങ്ങനെയൊക്കെയുള്ള അവരുടെ ആത്മാക്കളും എല്ലാം ചേർന്ന് എല്ലാ ജാതികളിൽ നിന്നും എല്ലാ വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നൊക്കെയുള്ള ഒരു എണ്ണിക്കൂടാത്ത പുരുഷാരം ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ് നമ്മളവിടെ വെളിപാട് 7-9 കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു കൗണ്ടബിൾ നമ്പർ, എണ്ണാൻ പറ്റുന്ന ഒരു ചെറിയ സംഖ്യ, താരതമ്യേന കോടിക്കണക്കിന് ജനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ഒരു 1,44,000 എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യ മാത്രമാണ്. കുഞ്ഞാടിൻ്റെ കൂടെ അവർ സിയോൻ മലമുകളിൽ നിൽക്കുന്നു. അവർ സിയോൻ മലയുടെ അടിവാരത്തിലല്ല, മുകളിൽ നിൽക്കുന്നു. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ സിയോൻ മലയുടെ അടിവാരത്തിൽ നിന്ന് ഈ കർത്താവ് നമ്മളെ ആ ഒരു ഉന്നത വിളിയിലേക്ക് വിളിക്കുകയായിരുന്നു നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിലിപ്പർ 3:14 നമ്മൾ കണ്ടതുപോലെ അപ്വേർഡ് കോൾ, പരമവിളി അല്ലെങ്കിൽ ഉന്നത വിളിക്കായിട്ടാണ് കർത്താവ്. അപ്പോൾ ആ ഒരു ആത്മീയ ഉന്നതത്തിലേക്ക് ദൈവം നമ്മൾ വിളിക്കുകയോ ചെയ്യുന്നത്. ഐ എം പ്രസിംഗ് ഓൺ ദ അപ്വേർഡ് വേ എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ. അപ്പം ഓരോ ദിവസവും നമ്മളുടെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവെന്ന് അറിയപ്പെടുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഉയരത്തിലേക്ക് പോകുമ്പം എല്ലാം സ്വർഗീയ വീക്ഷണകോണിക്കൂടെ ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗി മറഞ്ഞു പോകും. ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ലെസ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻ്റ്. അത് ശരിയാണ്, നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാട്ടിലുപരി സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഫോക്കസും ചിന്തയും നമ്മളുടെ ഹൃദയം അതിലാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതാവസാനം നമുക്ക് ദൈവം തന്ന വെളിച്ചത്തിന് ഒത്തവണ്ണമുള്ളൊരു വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് നാം പരിപൂർണമായിട്ടും കർത്താവിനോട് ആ ഒരു വിധേയത്വത്തോടെ വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നാലും വീണ്ടും നമ്മൾ അതിലൊന്നും മനമെടുത്ത് പോകാതെ കർത്താവിൽ നമ്മൾ തന്നെ താഴ്ത്തി വീണ്ടും ഏൽപ്പിച്ച് അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ് അവിടുത്തെ സാക്ഷികളായിട്ട് അങ്ങനെ നമ്മൾ അന്ത്യത്തോളം പിടിച്ചു നിൽക്കുന്നു. അന്ത്യത്തോളം കർത്താവിനോട് അറ്റ്മോസ്റ്റായിട്ട് വിശ്വസ്തയായിട്ട് ആ ക്രൂസിൻ്റെ വഴിയിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതാവസാനം അവിടെ സിയോൻ മലയുടെ മുകളിൽ 144,000 പേരുടെ കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആകുവാനുള്ള ഒരു ഭാഗ്യാവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. അത് ഇന്നവർക്ക് മാത്രം എന്ന് പറഞ്ഞ് റിസർവ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരോ കുഞ്ഞുങ്ങളോ മുതിർന്നവരോ നമുക്ക് ഉള്ള വെളിച്ചത്തിനോട് നമ്മൾ സമ്പൂർണ്ണമായിട്ടും വിശ്വസ്തരാണെങ്കിൽ ദൈവം കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കുന്ന ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നത്. അപ്പം എനിക്ക് ഇന്ന സൗകര്യങ്ങളെ പോലെ വലിയ ശുശ്രൂഷയില്ല, അല്ലെങ്കിൽ ഇന്ന സൗകര്യങ്ങളെ പോലെ വലിയ ബൈബിൾ ജ്ഞാനമില്ല, അല്ലെങ്കിൽ ഇന്ന സൗകര്യങ്ങളെ പോലെ എനിക്ക് അത്രയും വലിയ കഴിവുകളോ അല്ലെങ്കിൽ അനുഭവ പരിചയമൊന്നും ഇല്ല എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തോട് നമ്മൾ സമ്പൂർണ്ണമായിട്ടും വിശ്വസ്തരാണെങ്കിൽ കുറച്ച് കിട്ടിയിട്ടുള്ള അതിനനുസരിച്ച് ദൈവം നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ള വെളിച്ചത്തോട് നമ്മൾ 100% വിശ്വസ്തരാവാൻ വേണ്ടി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അവിടെ ആ 144,000 പേരുടെ കൂട്ടത്തിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു 30% കർത്താവിന് വേണ്ടി ജീവിച്ചു, 70% ലോകത്തിന് വേണ്ടി ജീവിച്ചു എന്നാൽ സൃഷ്ടിച്ച് തന്നെ വിശ്വാസത്തിൽ നിലനിന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ സിയോൻ മലയുടെ ഒരു 30% കയറിയവരെ പോലെ ആയിരിക്കും. പിന്നെ ചിലർ 60 30 ഫലം കായ്ക്കുന്നവരും 60 ഫലം കായ്ക്കുന്നവരും 100 ഫലം കായ്ക്കുന്നവരെ കുറിച്ചൊക്കെ കർത്താവ് മത്തായി 13 മർക്കോസ് 4 ലൂക്കോസ് 8 അധ്യായത്തിലും ഒക്കെ നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം
എന്നാൽ 60% കർത്താവിന് വേണ്ടി എല്ലാം കൊടുത്തു, എന്നാൽ 40% അങ്ങ് സ്വയത്തിനായിട്ട് സ്വയകേന്ദ്രിതമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആ 60% ആ ലെവലിലേ നിൽക്കത്തുള്ളൂ. എന്നാൽ അറ്റ്മോസ്റ്റായിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ചിലവിടപ്പെടുവാനായിട്ട് നമ്മളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ നമുക്കവിടെ നമ്മളുടെ ജീവിതാവസാനം അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, ഐ ഹാവ് ഫിനിഷ് ദ റേസ്, ഞാൻ ഓട്ടം 30% തികച്ചു എന്നോ 60% തികച്ചു എന്നല്ല, ഞാൻ 100% തികച്ചു. കർത്താവ് തന്ന വെളിച്ചത്തോടെ ഞാൻ 100%, അതാ അറ്റ്മോസ്റ്റ് ഐ ഹാവ് ഫിനിഷ് ദ റേസ്, ഓട്ടം തികച്ചു എന്ന് പൗലോസിന് പറയാൻ സാധിച്ചു. 2 തിമോഥെയോസ് 4:7. എന്നാൽ എല്ലാ വിശ്വാസികളും അതേപോലെ ഓട്ടം തികയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് വേറെ ആരും നമ്മൾ വിധിക്കാനില്ല. ദൈവം ഉള്ള വെളിച്ചത്തിനനുസരിച്ച് പലരോടും ചോദിക്കുന്നത്. പലപ്പോഴും മുമ്പന്മാർ, പലപ്പോഴും ബിംബന്മാർ പലപ്പോഴും മുമ്പന്മാരും ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാനില്ല. എന്നാൽ കർത്താവ് എനിക്കുള്ള വെളിച്ചത്തോട് ഞാൻ ഇന്ന് സമ്പൂർണ്ണമായിട്ടും ഹോൾ ഹാർട്ടഡായിട്ട് ദൈവം നമുക്ക് എന്തെല്ലാം മുഖാന്തരങ്ങൾ വചനം അറിയാനും വചനം കേൾക്കാനും കർത്താവിനോട് കൂടുതലടുക്കാനും ഒക്കെ എന്തെല്ലാം മുഖാന്തരങ്ങൾ തരുമ്പോൾ അതിനോട് നമുക്ക് എത്രമാത്രം ഒരു ദാഹവും ഒരു ആഗ്രഹവും നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു. അതോ നമ്മളതൊക്കെ എന്തൊക്കെയോ കുറേ മീറ്റിംഗ് അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നു, നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാം എന്നുള്ളൊരർത്ഥത്തിൽ നമുക്കുള്ള മുഖാന്തരങ്ങളെ പോലും നമ്മൾ തൃണവത്ഗണിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മനോഭാവമാണോ, അതോ മറിച്ച് കർത്താവ് എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അവിടുന്ന് എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് തന്നു, കർത്താവ് അവസാനത്തുള്ള രക്തം അവിടുന്ന് എനിക്ക് വേണ്ടി ചൊരിഞ്ഞു, കർത്താവ് എനിക്ക് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ട് അവിടത്തേക്ക് ഒരു സൗരഭ്യവാസനയായി തീരണം. എൻ്റെ ജീവിതത്തിൽ ശരിയാണ് കർത്താവ് ഇവിടെയൊക്കെ പല കുറവുകളും വീഴ്ചകളൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ എല്ലാം നമ്മൾ സത്യസന്ധരായിട്ട് കർത്താവിനോട് വീണ്ടും പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ജയാളികളായിട്ട് അന്ന് നമ്മൾ വെളിപ്പെടുവാൻ ഇടയാകും. കർത്താവിനോടുകൂടെ നമ്മൾ തേജസ്സിൽ വെളിപ്പെടുവാൻ ഇടയാകും. അല്ലെങ്കിൽ നമ്മൾക്ക് തേജസ് കാണും, പക്ഷേ കർത്താവ് വിചാരിക്കുന്നതിന് അത്ര ഒരു തേജസ് കാണത്തില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങൾ 14 അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടായിരുന്നു. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും, നെറ്റിയിൽ പിതാവിൻ്റെയും യേശുവിൻ്റെയും നാമം എഴുതിയവരെന്ന് പറയുമ്പം നാമം അല്ലെങ്കിൽ പേരെന്ന് പറയുന്നത് അത് അയാളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നേച്ചറിനെ, പ്രകൃതത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെയും പിതാവിൻ്റെയും സ്വഭാവം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവർ, അവർ നെറ്റിയിലാന്ന് വെച്ചാൽ പബ്ലിക് വിറ്റ്നസ്സസ്, അവർ കർത്താവിനെ കുറിച്ച് ലജ്ജിക്കാത്തവർ, ഇത് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലം കൈയിലോ നെറ്റിയിലോ ഫോളോ ചെയ്യാം, പബ്ലിക്കായിട്ടോ പ്രൈവറ്റായിട്ടോ ഫോളോ ചെയ്യാം. പക്ഷേ കർത്താവിനെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പരസ്യ സാക്ഷിയായിരിക്കണം, പരസ്യമായിട്ട് കർത്താവിനെ കുറിച്ച് ലജ്ജിക്കാത്തവരായിരിക്കണം. അല്ലെങ്കിൽ വേറെ ആരും അറിയണ്ട അങ്ങനെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഫോളോവേഴ്സായിട്ടല്ല, മറിച്ച് കർത്താവെ മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. കർത്താവെ അവിടുത്തെ വിറ്റ്നസ്സായിട്ട് എവിടെ ഞാൻ ചെന്നാലും കർത്താവെ അവരെല്ലാം ഞാൻ കർത്താവിൻ്റെ ഒരു ശിഷ്യയാണെന്ന് അറിയിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വെളിച്ചം, എന്നിലുള്ള ആ ഒരു യേശുവിൻ്റെ വെളിച്ചം അത് പറയുടെ കീഴിലോ ഒന്നും വെച്ച് മറയ്ക്കാതെ അത് വിളക്ക് തണ്ടാകുന്ന സഭയിൽ തന്നെ ഇരുന്ന് അത് എല്ലാവർക്കും വെളിച്ചം പകരുന്നതായിട്ട് ആയിത്തീരട്ടെ. അത് പറ കൊണ്ടോ പാത്രം കൊണ്ടോ നിലവറയിലോ ഒക്കെ ഈ വെളിച്ചം ഒളിച്ചു വെക്കാനുള്ളതല്ല, മറിച്ച് കർത്താവ് ഈ സഭയാകുന്ന വിളക്ക് തണ്ടിന്മേൽ വെച്ച് വിളക്ക് തണ്ടിലായിരുന്ന് ദൈവം പണിയുന്ന ഒരു സഭയുടെ പാർട്ടായിരുന്നു. അത് എല്ലാവരുടെയും മുമ്പാകെ ഒരു വിറ്റ്നസ് ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പബ്ലിക് ഫോളോവേഴ്സ് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നെറ്റിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കാണാമെന്ന് പറയുന്നതുപോലെ നെറ്റിയിൽ കർത്താവിൻ്റെ പരസ്യ സാക്ഷികളായിട്ടായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നേ. അങ്ങനെ അവർ നമ്മൾ വായിക്കുന്നത് സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു 140 പേര്. നമ്മൾ കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. ഇതേ വെളിപാട് 3:12 യേശുവിൻ്റെയും പിതാവിൻ്റെയും സ്വർഗീയ യെരൂശലേമിൻ്റെയും നാമം എഴുതിയിരിക്കുന്ന ജയാളികളെ കുറിച്ച് വെളിപാട് 3:12 നമ്മൾ ഫിലാദൽഫിയ സഭ, ഏറ്റവും നല്ല സഭകളായിട്ട് നമ്മൾ ആ 7 സഭകൾ കാണുന്ന ഫിലാദൽഫിയ സ്മരണ സഭകളും. അപ്പോൾ അതിൽ ഫിലാദൽഫിയ സഭയോട് ദൈവം പറയുന്ന ഒരു കാര്യം വെളിപാട് 3:12 എന്താ വായിക്കുന്നത്? ജയിക്കുന്നവരെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും, അതായത് പിതാവാം ദൈവത്തിൻ്റെ നാമവും, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും, പുത്തൻ യെരൂശലേം ആകുന്ന സഭ, ആ പുത്തൻ യെരൂശലേമിൻ്റെ ഒരു പ്രതീകമാണ് സിയോൻ മല എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ആ സിയോൻ മലമേലാണ് ഈ പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തോടുകൂടി അവരായിരിക്കും നമ്മളിവിടെ കാണുന്നത്.
പിന്നെ എന്താ, നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും, അതായത് യേശുവിൻ്റെ നാമവും, യേശുവിൻ്റെ പുതിയ നാമം, യേശുവിൻ്റെ മണവാളൻ എന്ന വണ്ണമുള്ള കർത്താവിനോടുള്ള ആ ഒരു ബന്ധത്തിലുള്ള കർത്താവിൻ്റെ ആ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആരുടെ മേൽ എഴുതുന്നത്? എല്ലാ വിശ്വാസികളുടെ മേൽ എഴുതത്തില്ല, ജയിക്കുന്നതിനെ മേൽ. ജയിക്കുന്നതിനെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പല പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ അതിനെ ലോകത്തെ ജയിക്കുന്നവരായിട്ട്, കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപമാണ് ലോകമെന്ന് 1 യോഹന്നാൻ 2:16 നമുക്കറിയാം. യോഹന്നാൻ 16:33 ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്. അങ്ങനെ കൺമോഹത്തെയും ജഡമോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപത്തെ, നമ്മുടെ സെൽഫ്, നമ്മുടെ ബേസിക്കലി നമ്മുടെ സ്വയത്തെ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എല്ലാ കർത്താവ് തരുന്ന വെളിച്ചത്തിനനുസരിച്ച് എല്ലാ മേഖലകളിലും നമ്മൾ ജയിക്കുകയാണെങ്കിൽ, പാപത്തെ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളുടെ മേലെ നെറ്റിമേൽ ഈ നാമമൊക്കെ എഴുതുമെന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നാമം എഴുതപ്പെട്ടവരായി ജയിക്കുന്നവരാണ് ഈ 144,000 പേര്. പലരും പല സഭകളിലൊക്കെയുള്ള സഭാ കൂടിവരവിലുള്ള പല സഹോദരങ്ങളൊക്കെ എന്തിനു പറഞ്ഞേ, അവർ കല്യാണം കഴിക്കാതെ കുറേ പേരായിരിക്കുന്നു. അപ്പോൾ അവരാണ് ഈ 144,000 എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന TPM-ലും റോമൻ കാത്തലിക് അതുപോലെയൊക്കെയുള്ള കത്തോലിക്ക കൂട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പല രീതിയിൽ ഈ വചനഭാഗത്തെ അവർ കന്യകമാരായിരുന്നു എന്നൊക്കെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന പല സഹോദരങ്ങളൊക്കെ ഉണ്ട്. എന്ന് നമ്മൾ വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കന്യകമാരാൽ 4-ാമത്തെ വാക്യത്തിൽ അവർ കന്യകമാരാൽ സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ എന്ന് വായിക്കുമ്പോൾ അത് ആത്മീയ വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ 144,000 പേരിൽ സ്ത്രീകളാൽ മലിനപ്പെടാത്തവർ എന്ന് വായിക്കുമ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം 144,000 ഉണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന സ്ത്രീ ബാബിലോൺ ആകുന്ന മഹാവേശിയായ സ്ത്രീയാണെന്നുള്ള കാര്യം നമ്മൾ വചനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അല്ലാതെ കല്യാണം കഴിക്കാത്തവരായിരിക്കുന്ന 144,000 പേരെന്നുള്ള ഒക്കെ ഉള്ളത് വചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന, കൂട്ടിക്കളയുന്ന ദുരുപദേശങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ 2-ാമത്തെ വാക്യം നമ്മൾ കണ്ടു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അപ്പോൾ നമ്മൾ 1-ാമത്തെ വാക്യം നമ്മൾ വെളിപാട് 3:12 കമ്പയർ ചെയ്യുമ്പോൾ ആ ജയിക്കുന്നവരുടെ മേലാണ് ഈ നാമം എഴുതുന്നത്. അവരാണ് അവിടെ വെളിപ്പെടുന്നത്, കർത്താവിൻ്റെ കാന്തയായിട്ട് വെളിപ്പെടുന്നത്. എല്ലാ വിശ്വാസികളും അവിടെ കാണത്തില്ല. കല്യാണത്തിൽ ക്ഷണിക്കപ്പെടുന്നവരും ഭാഗ്യവാന്മാർ, പക്ഷേ അവർ കാന്തയായി തീരുന്നില്ല. വെളിപാട് 19:8 നമ്മൾ വീണ്ടും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വെളിപാട് 19 9-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എന്നാൽ കാന്തയായിരിക്കുന്നത് അതിലേറെ ഭാഗ്യാവസ്ഥ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരായിട്ട് സദ്യ കഴിച്ചിട്ട് പോകുന്നവരായിരിക്കണം, അത് കാന്ത തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വലിയൊരു വിളിയ കർത്താവിനോട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കൂടിവരവുകളും മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ പരസ്പരം ഉത്സാഹിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും കർത്താവിനോട് കൂടുതൽ ആയിട്ട് അടുക്കാനൊക്കെ നമ്മളെ പ്രസ് ഓൺ ചെയ്യുന്ന, മുന്നിലേക്ക് ആയുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഒരു ജീവിതം കൊണ്ട് കർത്താവിന് ഏറ്റവും അത് പ്രയോജനപരമായി തീരണം. അതിനുവേണ്ടിയാണ് നമുക്ക് കൂട്ടായ്മകളും നമുക്ക് വചനധ്യാനവും കാര്യങ്ങളും എല്ലാം. അങ്ങനെ തങ്ങളുടെ ജീവിതം കൊണ്ട് പരിപൂർണമായിട്ടും കർത്താവിനായിട്ട് അർപ്പിച്ചവരാണ് അന്ന് അവിടെ അവർക്കാണ് ഒരു രക്ഷയുടെ പൂർണ്ണതയോടെ അവർ വെളിപ്പെടുന്നതെന്നുള്ള കാര്യം വെളിപാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നൊരു കാര്യം. അവരുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരിക്കും. നമ്മളിപ്പോൾ 2-ാമത്തെ വാക്യം വെളിപാട് 14:2 പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവരുടെ ശബ്ദം. കർത്താവിൻ്റെ ശബ്ദം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ നമ്മൾ വെളിപാട് 1:15 നമ്മൾ കണ്ടു. കർത്താവ് സംസാരിക്കുന്ന പോലെ കർത്താവിൻ്റെ കാന്തയും സംസാരിക്കുന്നത്. ഇപ്പം എന്തിനാ പറയുന്നത്, മുല്ലപ്പൂവും പിടിയേറ്റ് കിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കല്ലുപോലല്ല, പക്ഷേ കർത്താവിനോട് നമ്മൾ ചാരിയിരുന്ന് കർത്താവിൻ്റെ അതേ സൗരഭ്യം, അതേ വാക്കുകൾ, അതേ ശരിയാണ്. നമ്മൾ ആരും കർത്താവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ലെന്ന് വർത്തമാനമായ രീതിയിൽ അധികമായിട്ട് കർത്താവിൻ്റെ പെരുവെള്ളം, അത് പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അത് കർത്താവിൻ്റെ ശബ്ദം, കർത്താവ് സംസാരിച്ചപ്പോഴൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദികളായിരുന്നു ബാക്കിയുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അവിടെ കാർക്കശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ലാവണ്യ വാക്കുകളായിട്ടുള്ള കൃപ നിറഞ്ഞ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും. അപ്പം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ ആ ഒരു കൃപയെ സൂചിപ്പിക്കുന്ന കാര്യമായിട്ടും വലിയൊരു ഇടിമുഴക്കം, സത്യം, കാർക്കശ്യത്തോടെ പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയൊക്കെ കർത്താവ് സംസാരിച്ചു. കർത്താവിൻ്റെ ശബ്ദവും കാഹളം പോലെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ വെളിപാട് 1:10 വായിക്കുന്നുണ്ട്. പിന്നെ വെളിപാട് 1:15 പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്ന് വായിക്കുന്നത്. അതുപോലെ തന്നെ കാന്തയുടെ ശബ്ദത്തിലും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ഉള്ള ഒരു കൃപയുടെ ആസ്പെക്ട്സും ഉണ്ട്. വലിയൊരു ഇടിമുഴക്കം എന്നുള്ള ഒരു ഗാംഭീര്യവും ആ ഒരു പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെ, ഉദാസീനമായിട്ട് അലസമായിട്ടുള്ള മനോഭാവത്തിനെതിരെയൊക്കെയുള്ള ഒരു കാർക്കശ്യത്തോടെയുള്ളൊരു നിലപാട്
ഒക്കെയുള്ള ആ ഒരു കാര്യം. അങ്ങനെ വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗ്ഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ, അതായത് ഹാർപ്പിസ്, വീണ വായിക്കുന്നവർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവരുടെ ശബ്ദം ഒരു സംഗീതം പോലെ സൂതിങ് ആയിരുന്നു. കാന്തയുടെ ശബ്ദം അത് മറ്റേ എല്ലാവർക്കും കേൾക്കുവാൻ, നമുക്കൊരു പാട്ട് കേൾക്കാനൊരു നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പോലെ ഈ കാന്തയുടെ ശബ്ദം കേൾക്കുവാൻ ബാക്കിയുള്ളവർക്കെല്ലാം അവർ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് സകല സൃഷ്ടിയും കാതോർക്കുന്നു. നമ്മൾ റോമർ 8-ാം അധ്യായത്തിൻ്റെ 19 നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. റോമർ 8:19 സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ ബാക്കി നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, അത് അക്ഷരികമായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പുതിയ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലുള്ള സഹസ്രാബ്ദ വാഴ്ചയിലുള്ള ഒരു സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായിട്ട് സൃഷ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ദൈവപുത്രന്മാരായിട്ട് കർത്താവിൻ്റെ കൃപയും സത്യം നിറഞ്ഞവരായിട്ട് നമ്മളെ സ്നേഹത്തോടെ, താഴ്മയോടെ, നിർമ്മലതയോടെ നമ്മളായിരിക്കുമ്പോൾ ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ബോസ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സഹപ്രവർത്തകൻ, അല്ലെങ്കിൽ സഹപ്രവർത്തക, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അയൽവക്കത്തുകാരി അല്ലെങ്കിൽ അയൽവക്കത്തുകാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ എവിടെ ആയിരുന്നാലും അങ്ങനെയുള്ളവരുടെ ആ ഒരു വെളിപ്പാടിനായിട്ട് ബാക്കിയുള്ളവർക്കൊരു കാത്തിരിപ്പുള്ളതുപോലെ ഇങ്ങനെ ജീവിക്കുന്നവരെവിടെ ഉണ്ട് എന്നുള്ളത് കാത്തിരിക്കുന്ന അനേകർ കാണും. അപ്പം ഇവിടെയും അവരുടെ ശബ്ദം ഒരു പാട്ട് പോലെ ആയിരുന്നു നമ്മൾ വായിക്കുന്നത്, വീണ മീട്ടുന്നത് പോലെ. അതുപോലെ ഒരു ഹാർമോണിയസ് ആയിട്ട്, ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു കലപില അപസ്വരം മാതിരിയല്ല, മറിച്ച് വളരെ അവരെ ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദം, ഒരു പാട്ട് പാടുന്ന പോലൊരു കാര്യമായിരുന്നു. അത് വേറെ ആർക്കും ആ പാട്ട് പഠിക്കാനും പറ്റിയില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ 3-ാമത്തെ വാക്യം കണ്ടു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. അവരൊരു ഫ്രഷ് പാട്ടാണ് പാടി. പുതിയ കൈനോസ് അല്ലെങ്കിൽ കൈനാസ് എന്നുള്ള ഗ്രീക്ക് പദം ഫ്രഷ്, റീസെൻ്റ്ലി മെയ്ഡ്, അൺയൂസ്ഡ്, ന്യൂ, ഫ്രഷ് ആയിട്ടുള്ളൊരു പാട്ടാണ് പാടി. എന്നുവെച്ചാൽ അവർ 10,000 പ്രാവശ്യം പാടിയ പാട്ടാണെങ്കിലും ഓരോ തവണ അത് പാടുമ്പോൾ അത് ഫ്രഷായിട്ട്, ആദ്യമായിട്ട് കർത്താവിനോട് ആദ്യ സ്നേഹത്തിൽ പാടുന്നത് പോലെ ഫ്രഷായിട്ട് അവർ പാടുന്നത്. ആദ്യമായിട്ട് കർത്താവ് എനിക്കായിട്ട് മരിച്ചു, എനിക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് ആദ്യമായിട്ടൊരു വെളിപ്പാട് കിട്ടിയതുപോലെയുള്ള ഒരു ഫ്രഷ്നെസ്സോടുകൂടി അത് പുതിയ മന്നയായിട്ടിരുന്നത് പോലെ, അതിവിശുദ്ധ സ്ഥലത്തുള്ള മന്ന അത് ജനറേഷൻസോളം, തലമുറകളോളം അത് ഫ്രഷായിട്ട് പുതിയതായിട്ടിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നേ. അവിടെ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അതുപോലെ അവരുടെ ശബ്ദം, അവരുടെ പാട്ട്, നമ്മൾ പല പാട്ടുകളും നമ്മൾ പാടുന്നു മീറ്റിങ്സിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ. പക്ഷേ അത് നമ്മെ തന്നെ എപ്പോഴും താഴ്ത്തി മുമ്പാകെ 0 ആയിട്ടായിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെങ്കിൽ അങ്ങനെ 0 ആയിട്ടായിരിക്കും ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് ഫ്രഷ്നെസ് ആൻഡ് ന്യൂനെസ്. നമ്മൾ പറയുന്ന കാര്യങ്ങളാവട്ടെ, നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഓരോ തവണ പറയുമ്പോഴും അവിടെ ഒരു അനോയിൻറ്റിങ്, ഒരു അഭിഷേകമുണ്ട്, ഒരു പുതുക്കമുണ്ട്. അത് പഴയ എന്തോ ഒരു പഴങ്കഥ പറയുന്നത് പോലെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് ഫ്രഷ് ആയിട്ടുള്ള, നമ്മളൊരു കടയിൽ പോകുമ്പം പഴകിയ ബ്രെഡ് നമുക്കാർക്കും വേണ്ട. ഇപ്പോൾ ഇന്നുണ്ടാക്കിയ ബ്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ പാക്കറ്റിൻ്റെ ഡേറ്റൊക്കെ നോക്കി ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം, അതാ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അതുപോലൊരു പുതുക്കം. ആ പുതുക്കം എവിടെ ഉള്ളൂ? അതിപരിശുദ്ധ സ്ഥലത്ത്, തിരശ്ശീലയ്ക്ക് അപ്പുറം, അല്ലെങ്കിൽ നമ്മുടെ സ്വയജീവൻ്റെ ആ ഒരു ചീന്തലിനപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവില കാന്തയൊക്കെയുള്ള ഒരു പുതുക്കം. അങ്ങനെ അവരാണ് പുതിയ പാട്ട് പാടുന്നത്. അവർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്നു അവരെ. എന്ന് വെച്ചാൽ ഭൂമിയുടെ കാര്യങ്ങളിലൊന്നും അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു. ഭൂമിയുടെ കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു. അവർക്ക് വീടുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അല്ലെങ്കിൽ പല പല ഗാജറ്റ്സോ പല കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവരതിനോടൊന്നും അറ്റാച്ച്ഡ് ആയിട്ട് അതിൽ തന്നെ അത് അവരുടെ ദൈവമായിരുന്നില്ല. അതിലെന്തെങ്കിലും ഒരു നഷ്ടമോ കേടുപാടൊക്കെ സംഭവിച്ചാൽ അതൊന്നും അവരുടെ സമാധാനത്തേക്ക് എടുത്തില്ല. അവരുടെ അറ്റാച്ച്മെന്റ് കർത്താവിനോട് മാത്രമായിരുന്നു. അവർ തങ്ങളുടെ പൊസഷൻസ് എല്ലാം തനിക്കുള്ളവയ്ക്കും അവർ ദൈവത്തിനായിട്ട് നൽകിയവരായിരുന്നു. നമ്മളത് ലൂക്കോസ് 14:33 വാക്യം കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ച മീറ്റിങ്ങിലും ഒക്കെ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടായിരുന്നു. ശിഷ്യത്വം എന്ന് പറയുമ്പോൾ no one can be my disciple unless you give up all your possessions. തങ്ങളുടെ വസ്തുവകളെല്ലാം ദൈവത്തിനായിട്ട് നൽകിയില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിറ്റുപെറുക്കി എവിടെയെങ്കിലും കൊടുക്കുന്ന കാര്യമല്ല, മറിച്ച് എബ്രഹാം ഇസഹാക്കിനെ
കർത്താവിന് കൊടുത്തു, കർത്താവ് അത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ളതെല്ലാം ഒരു ഗ്രാബിംഗ് ആയിട്ട് ഒരു ഗ്രിപ്പിംഗ് ഹാൻഡ്സിൽ വെക്കാതെ ഒരു തുറന്ന കൈകളിൽ കർത്താവെ എനിക്കുള്ളതൊക്കെ അവിടത്തേക്കുള്ളതാണ്. യേശു അതാ യോഹന്നാൻ 17:10 പറയുന്നത്, എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളത്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത് എന്ന് പറയുന്നത് പോലെ ആ ശിഷ്യന്റെ ജീവിതം. അതാ ലൂക്കോസ് 14:33 അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ, നമുക്ക് എന്തൊക്കെ ഉണ്ടോ, നമുക്ക് ചിലപ്പം വസ്തു കാണും, വീട് കാണും, നമുക്ക് ചിലപ്പം മൊബൈലോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ, നമ്മളുടെ ബന്ധങ്ങളാവട്ടെ, ബന്ധങ്ങളുടെ കാര്യം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ ലൂക്കോസ് 14:26 ബന്ധങ്ങൾ, പിന്നെ നമ്മുടെ സ്വയജീവന്, പിന്നെ 33-ാമത്തെ വാക്യത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ബന്ധങ്ങൾ, 26-ലും 27-ലും നമ്മുടെ സ്വയജീവനോടൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ പൊസഷൻസ്, റിലേഷൻഷിപ്സ്, പൊസഷൻസ്, സെൽഫ് ലൈഫ്, ഇവിടെ എല്ലാം ഒരു ക്രൂസ് എടുക്കുന്നവരാണ് ശിഷ്യന്മാരായിത്തീരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ 144,000 പേരുടെ കൂട്ടത്തിലായിരിക്കുന്നത്. അവർ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളെന്തോ വിറ്റ് കളയുന്ന കാര്യമല്ല, വിട്ടുപിരിയുക എന്നുള്ള കാര്യം പറഞ്ഞാൽ ഗിവിങ് അപ്പ് ടു ദ ലോഡ്. കർത്താവെ എല്ലാം അങ്ങയുടേതാണ്, എല്ലാം അവിടുന്ന് എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറയുന്നത് അതുപോലെ ഉപയോഗിക്കാൻ കർത്താവെ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് വരാം. അപ്പോൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ഫ്രീഡം. അല്ലെങ്കിൽ നമുക്ക് അയ്യോ അതെന്താവും ഇതെന്താവും, നമുക്ക് അയ്യോ എൻ്റെ കാറ് അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ പല പല കാര്യങ്ങളോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണെങ്കിൽ നമുക്കൊരു സമാധാനം കാണത്തില്ല. അയ്യോ എന്തെങ്കിലും അതിനെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നങ്ങളും ആയിരിക്കും. മറ്റേത് എന്തെങ്കിലും പറ്റിയാൽ കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ദൈവമേ അങ്ങ് അറിഞ്ഞു അനുവദിച്ച്, അതുകൊണ്ടാണല്ലോ ഇവിടെ ചെറിയൊരു നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു സാമ്പത്തിക പ്രയാസം അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ ചില വസ്തുക്കൾ ചിലപ്പം നമുക്ക് കേടായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും കട്ടെടുത്തുകൊണ്ട് പോയി, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഇങ്ങനെ കട്ടെടുക്കാൻ വേണ്ടി വിട്ടു കൊടുക്കണം എന്നല്ല, എന്നാൽ നമ്മൾ കർത്താവിന് നല്ല സ്റ്റ്യൂവേർഡ്സായിട്ട് കാര്യസ്ഥരായിട്ട് ആയിരിക്കണം, കാര്യവിചാരകന്മാരായിട്ടായിരിക്കണം എന്ന് ദൈവം ചില കാര്യങ്ങൾ നഷ്ടപ്പെടാനൊക്കെ അനുവദിക്കുമ്പോൾ അവിടെ കർത്താവെ അവിടെ ഒരുപക്ഷെ എൻ്റെ പണസ്നേഹമോ അല്ലെങ്കിൽ എൻ്റെ ഈ വസ്തുക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെടാനായിട്ട്, കർത്താവിന് കാന്തയായിട്ട് എടുക്കപ്പെടാനായിട്ട്, അല്ലാതെ ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഉപ്പുതൂണായിട്ടിരിക്കാനല്ല. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, എൻ്റെ സ്വതോമിലുള്ള എൻ്റെ നല്ല സാരികൾ, എൻ്റെ നല്ല ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ ഉപ്പുതൂണായിട്ട് നിന്നതായിട്ടൊക്കെ നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത് പോലെ. അപ്പം അങ്ങനായിട്ട് ആവാനല്ല, ലോത്തിൻ്റെ ഭാര്യ ഓർക്കുക എന്ന് കർത്താവ് എവിടെ പറയുന്നേ? ലൂക്കോസ് 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോത്തിൻ്റെ ഭാര്യ ഓർക്കണം എന്ന് വെച്ചാൽ അന്ന് അനേകർക്ക് അതൊരു പാഠമായിരിക്കും. നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിലും ഭൂമിയുടെ കാര്യങ്ങളിലോട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ, അതാ ലൂക്കോസ് 17-ന്റെ 32-ാമത്തെ റിമെമ്പർ ലോട്ട്സ് വൈഫ്, ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുവിൻ. 32-ാമത്തെ വാക്യം, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. എവിടെ പറയുന്നേ? അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ താഴെയെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയും കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലാണ് പറയുന്നത് ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം. അതുകൊണ്ട് പറയും 33-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. നമ്മുടെ സ്വയജീവൻ അതിനെ നേടാനായിട്ട് നമ്മളിങ്ങനെ പല ഈ കാര്യങ്ങൾ എനിക്കത് വേണം ഇത് വേണം, ഭയങ്കര ഗ്രാബിങ്, പ്രൊസസ്സിങ്, മറ്റുള്ളവരോട് വാദിക്കുന്നു, തർക്കിക്കുന്നു, പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കേസ് കൊടുത്ത് വാദിച്ച് വഴക്കിട്ട് പല കാര്യങ്ങളും നേടാൻ നോക്കുന്നു, വെട്ടിപ്പിടിക്കാൻ നോക്കുന്നു, കള്ളത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് ഭൂമിയുടെ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കുമ്പം ലോത്തിൻ്റെ ഭാര്യയെ പോലെ നമ്മളും ഉപ്പുതൂണായിട്ട് നിന്ന് പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കർത്താവ് അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച മനപ്പാഠ വചനം മത്തായി 24:13 നമ്മൾ വായിച്ചതുപോലെ. അപ്പം ഈ ഭൂമിയുടെ കാര്യങ്ങൾ കർത്താവ് എല്ലാം അവിടുന്ന് തന്നു, അവിടുന്ന് എടുത്തു. യോബ് പറഞ്ഞതുപോലെ അങ്ങനെ യോബ് കർത്താവിനെ ആരാധിച്ചതായിട്ട് നമ്മൾ യോബ് 1-ാം അധ്യായത്തിന് അവസാനം വായിക്കുന്നത്. വചനം ആദ്യം എഴുതപ്പെട്ട ബൈബിളിൻ്റെ പുസ്തകം യോബിൻ്റെ പുസ്തകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം വചനത്തിൽ ആരാധിച്ചു എന്ന് പറയുന്ന വാക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ യോബ് 1-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരാധനയെക്കുറിച്ചൊക്കെ പറയുമ്പം സമയക്കുറവുകൊണ്ട് എനിക്ക് ആ വാക്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് യഥാർത്ഥം അറിയാവുന്ന കാര്യങ്ങളാണ്. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിന് അവസാനം ആ ഒരു യോബ് ആരാധിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്കുള്ളതെല്ലാം പോയപ്പോഴും താൻ വീണു വണങ്ങി ദൈവത്തിന് തന്നെ അർപ്പിച്ച് ആരാധിച്ച ഒരു കാര്യമാണ് നമ്മളവിടെ യോബ് 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, അല്ലെങ്കിൽ വോർഷിപ്ഡ് എന്ന് പറയുന്ന ആ പദം ആദ്യമായിട്ട് വചനത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമാകുന്ന യോബിൻ്റെ പുസ്തകത്തിൽ ആദ്യം കാണപ്പെടുന്ന അവിടെ. പിന്നെ ഉൽപ്പത്തി 22-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ 5-6 വാക്യങ്ങളിൽ എബ്രഹാം ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് വരാം, ഇസഹാക്കിനെ സമർപ്പിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് വരാമെന്നാണ് ദാസന്മാരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. തനിക്കുള്ളതെല്ലാം എൻ്റെ ഏറ്റവും വിലപ്പെട്ട
ഈ പുത്രനെയും താൻ യാഗമായിട്ട് അർപ്പിക്കുന്നു എന്നുള്ള അതാണ് ആരാധന എന്നുള്ള കാര്യം. എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം ദൈവത്തിനെ സമർപ്പിക്കുന്നതാണ് ആരാധന. തൻ്റെ സ്വന്തം ജീവൻ, തൻ്റെ സ്വന്തം ഇഷ്ടം, അതാണല്ലോ നമുക്ക് ഏറ്റവും വിലപിടിപ്പായിട്ടുള്ളത്. അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന വേറെ പല ബന്ധങ്ങളോ പല പൊസഷൻസ്, വസ്തുവകളോ ഒക്കെ, അതെല്ലാം അങ്ങനെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട് അങ്ങനെ കർത്താവിനെ ആരാധിച്ചവരാണ് ഇവര് എന്നുള്ള കാര്യം നമ്മൾ വെളിപാട് 14-ന്റെ 3-ാമത്തെ വാക്യം നമ്മളിപ്പം കണ്ടത്. പിന്നെ 144 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ സാധിച്ചില്ല. അവർക്ക് മാത്രമേ സ്വർഗീയ സംഗീതം അഭ്യസിക്കാൻ പറ്റുള്ളൂ. നമ്മളത് കഴിഞ്ഞ ആഴ്ച കണ്ടു. ബാക്കി പരാതിയുടെയും പെറുവീർപ്പിൻ്റെയും ജഡത്തിൽ നിന്ന് ഉയരുന്ന പരാതിയുടെയും പെറുവീർപ്പിൻ്റെയും അപസ്വരമൊക്കെ അവരെ ക്ലെൻസ് ഔട്ട് ചെയ്തു. നമ്മളത് കണ്ടായിരുന്നു. എഫേസർ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഈ പാട്ട് പഠിക്കുന്നതിൻ്റെ സ്റ്റെപ്സ് കണ്ടു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എഫേസർ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലെ പാട്ട് ഇങ്ങനെ സംഗീതം അഭ്യസിക്കണം എന്നുള്ള കാര്യം പറയുന്നത് എങ്ങനെ ട്യൂണൊക്കെ ഇട്ട് സ്റ്റൈലൊക്കെ ഇട്ട് കീബോർഡൊക്കെ ഇങ്ങനെ പഠിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ 4-ാം അധ്യായത്തിൽ അവിടെ ഒരു ക്ലെൻസിങ് ഫേസ് ഉണ്ട്. എഫേസർ 4-ന്റെ 31-ാമത്തെ വാക്യത്തിൽ എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതൊക്കെ ഒഴിഞ്ഞു പോയാലേ, ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ മലീമസമാക്കിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ അങ്ങ് കളയണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദൂഷണം, പരദൂഷണം, കയ്പ്, ക്രോധം, ക്ഷമിക്കാൻ പറ്റത്തില്ല, കൂറ്റാരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിനങ്ങ് വലിയ ബഹളം വെക്കുന്നു, അത് ക്ലാമർ, ദൂഷണം, സകല ദുർഗുണം, അങ്ങനെയൊക്കെയുള്ള കർത്താവിന് ചേരാത്തതായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, സകല ദുർഗുണവും എൻ്റെ കൂടെ ലോങ് വിത്ത് ഓൾ മാലിസ്, എല്ലാം ദുർഗുണം, മറ്റുള്ളവരെ കുറിച്ചുള്ള അവർക്ക് ഇന്നത് സംഭവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈവം നമുക്ക് വിളിച്ചു തരുന്നിടത്തോളം നമ്മുടെ ജഡത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ക്ലെൻസ് ഔട്ട് ചെയ്ത് കർത്താവോട് രക്തമെല്ലാം കഴുകിയാട്ടെ. എൻ്റെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ ആത്മാവിനെ മരിപ്പിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് റോമർ 8:13 നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ മരിപ്പിക്കുന്നവരെ കാണാൻ അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ, തൻ്റെ ജഡത്തെ, സ്വന്തം ഇഷ്ടത്തെ അതുപോലെ സമർപ്പിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നത്. അതാണ് നമ്മൾ തൊട്ടടുത്ത അധ്യായത്തിൽ എഫേസർ 4-ാം അധ്യായത്തിന് 31 വായിച്ചിട്ട് 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി, ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എന്ത് പറ്റുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കാഹളധ്വനി പോലെ കേൾക്കുന്നത് പറഞ്ഞതുപോലെ നമുക്ക് സങ്കീർത്തനങ്ങളുണ്ട്, നമുക്കൊരു പാട്ടുണ്ട്, സ്തുതികളുണ്ട്, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ച് നമ്മുടെ സംസാരത്തിൽ തന്നെ വചനമൊക്കെ കയറി വരും, പാട്ടിൻ്റെ ഈരടികൾ കയറി വരും. നമുക്ക് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ, സ്തോത്രത്തിൻ്റെ കാര്യമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓരോരോ പാട്ടുകൾ, യേശുവോട് ചേർന്നൊരു പവിത്ര മോദമേ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, നമ്മൾ കാഷ്വലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, നമ്മൾ കടയിൽ പോകുന്നു, അടുക്കളയിൽ ജോലി ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, പല പല കാര്യങ്ങൾ, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലൊരു പാട്ട്, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞൊരു പാട്ട്, ആത്മീയ ഗീതങ്ങളാൽ അങ്ങനെ ആ സ്വർഗീയ സംഗീതം അഭ്യസിക്കുന്നവരെ, അതായത് അവർ എല്ലാ സമയത്തും സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നുള്ള ആ ഒരു 1 തെസ്സലോനിക്കർ 5:18 നമ്മൾ കഴിഞ്ഞ ആഴ്ച റെഫറൻസ് കണ്ടു. ഫിലിപ്പിയർ 2:14 എല്ലാം പെറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ആ പെറുവിറുപ്പും വാദത്തിൻ്റെ കാര്യമൊക്കെ നമ്മളിപ്പോൾ എഫേസർ 4:31 വായിച്ചു. അതൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്തോത്രത്തോടെ എല്ലാത്തിലും സ്തോത്രം ചെയ്യുക, എല്ലാത്തിനും നന്ദി പറയാൻ. എന്തെങ്കിലുമൊക്കെ പല പ്രയാസങ്ങളോ ദുരന്തങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് അനുവദിച്ചു, അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീരും, അവിടുത്തെ കൃപ മതി. അങ്ങനെ നമ്മളെല്ലാത്തിലും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചില പ്രയാസമുള്ള ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവമേ അവർക്കായിട്ട് നന്ദി, എന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഇന്നൊരാളെ എൻ്റെ ജീവിതത്തിൽ നിർത്തിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രയാസമുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവെ അവിടുന്ന് എന്നെ കൂടുതൽ ചെറുതാക്കാനായിട്ട്, കൂടുതൽ താഴ്മ പിടിക്കാനായിട്ടാണല്ലോ ഈ ഒരു സാഹചര്യം അനുവദിച്ചത്. അപ്പം അങ്ങനെ അവിടെയും കർത്താവിനെ എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സ്വർഗീയ സംഗീതം അഭ്യസിക്കുന്നത്. അത് ഈ നമ്മളിപ്പോൾ അവർക്ക് മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഈ 60% നിൽക്കുന്നവർക്ക് 30% നിന്നവർക്കൊന്നും അവരെല്ലാം വാമ്പൊളിച്ച് നോക്കിക്കൊണ്ടിരുന്നു പാട്ട് പാടിയപ്പോൾ. മുകളിലുള്ളവർക്ക് പാട്ട് പാടാൻ പറ്റുള്ളൂ. നമ്മൾ മുകളിൽ വരെ എത്തിച്ചേർന്ന് നിന്നും പാടുന്നവരാണെങ്കിൽ അന്ന് നമുക്ക് പാടാൻ സാധിക്കും. അങ്ങനെ തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ കർത്താവിന് പാടിയും മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. ഹൃദയത്തിൽ കർത്താവിനൊരു പാട്ട്, കർത്താവിനായിട്ട് പാടാമല്ല ബാക്കിയുള്ളവരെ കേൾപ്പിക്കാനും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനും ഉള്ളൊരു പാട്ടല്ല, മറിച്ച് എന്ത് പാടിയാലും എൻ്റെ പാട്ട് എൻ്റെ കർത്താവിന്, എൻ്റെ രാജാവിനുള്ളതാണെന്ന് സങ്കീർത്തനം 45:1 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മൈ സോങ് ഈസ് ഫോർ ദ ലോർഡ്, ഈസ് ഫോർ മൈ കിങ് എന്ന് പറയുന്നത് പോലെ എൻ്റെ പാട്ട് നമുക്ക് കർത്താവിനായിട്ട് അങ്ങനെ പാടുന്നവരാണ് അന്നും
അന്ന് ആ സ്വർഗീയ സംഗീതം അഭ്യസിക്കുന്നവര്. 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്ത്, എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവര് എല്ലായ്പ്പോഴും എപ്പോഴും 24/7 24/7 സ്തോത്രം 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, മറിച്ച് എപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ഒരു സ്തോത്രം എല്ലായ്പ്പോഴും, ഒരു കർത്താവിനായിട്ടുള്ളൊരു നന്ദി സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലായ്പ്പോഴും. പിന്നെ എല്ലാത്തിനു വേണ്ടി എന്ത് കാര്യങ്ങൾ നടന്നാലും ഫോർ എവറിത്തിങ്, പിന്നെ എല്ലാ മനുഷ്യർക്ക് വേണ്ടി എന്നുള്ള കാര്യം നമ്മൾ 1 തിമോഥെയോസ് 2:1-2 വാക്യങ്ങൾ നമ്മൾ കണ്ടു. എല്ലാ മനുഷ്യർക്കായിട്ടും രാജാക്കന്മാർക്കായിട്ടും എല്ലാ മനുഷ്യർക്കായിട്ട് സ്തോത്രം ചെയ്യുക. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാർ കാണും, അവർക്കായിട്ട് സ്തോത്രം ചെയ്യുവാൻ, അവർക്ക് വേണ്ടി നന്ദി പറയുവാൻ. അത് അങ്ങനെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അനുവിനെ കീഴ്പ്പെടുന്ന കാര്യമൊക്കെ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ സ്വർഗീയ സംഗീതം അഭ്യസിച്ച ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഓരോ പിച്ച് പാടിത്തരുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പിച്ചിലായിരിക്കും പാടുന്നത്. പിന്നെയും നമ്മൾ പല പല സാഹചര്യങ്ങൾ ദൈവം നോക്കി വരുമ്പം പല പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലും അവിടെയും കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമുക്ക് കർത്താവ് പറയുന്ന ആ പിച്ചിൽ പാടാൻ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഈ സംഗീതം ഓരോ ദിവസം അഭ്യസിക്കാൻ ഒക്കും. അപ്പം അത് എല്ലാവർക്കും പഠിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സ്വയജീവനെ കൊടുക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ പിച്ച് കിട്ടത്തുള്ളൂ, റൈറ്റ് പിച്ചിൽ ഇൻ ട്യൂൺ ആവാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓഫ് പിച്ച്, ഓഫ് ബീറ്റ് ഒക്കെ ആയിപ്പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ വാക്യം 4 അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാനിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്ത് ഒക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ശാരീരികമായ കന്യകത്വമോ ശാരീരികമായ വേശ്യാവൃത്തിയോ അല്ല ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആരെന്ന് പിന്നീട് വെളിപ്പാട് 17:5 നിന്ന് വ്യക്തമാണ്. വേശ്യമാരുടെ മാതാവായ ബാബിലോണും അവളുടെ വേശ്യകളായ പുത്രിമാരുമാണിവർ. 144,000 പേർ ആത്മീക വ്യഭിചാരം ചെയ്യാത്തവരാണെന്ന് വ്യക്തമാകുന്ന വാക്യമാണിത്. ക്രിസ്തുവിന്റെ നിർമ്മല കന്യകമാരെന്ന നിലയിൽ തങ്ങളുടെ കന്യകത്വം സൂക്ഷിക്കുന്നവരാണവർ. ജഡത്താലോ ലോകത്തോടോ ഉള്ള ആത്മീയ വ്യഭിചാരം മൂലം മലിനപ്പെടാത്തവരുമാണ് ഇവർ. ആത്മീയ വ്യഭിചാരം എന്തെന്ന് യാക്കോബ് 4:4 വിശദമാക്കിയിട്ടുണ്ട്. വ്യഭിചാരിണികൾ ആയുള്ളവരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പരീക്ഷകളുടെ സന്ദർഭങ്ങളിൽ വിശ്വസ്തരായി നിൽക്കുകയും ലോകത്തോട് അകന്നു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിച്ചവർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദിനംതോറും തങ്ങളുടെ ക്രൂശ് വഹിച്ചു. കാരണം കുഞ്ഞാട് അങ്ങനെയാണല്ലോ ഈ ഭൂമിയിൽ നടന്നത്. അവരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു എന്ന പ്രയോഗവും ശ്രദ്ധിക്കുക. അവർ ഭൂമിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നവരാണെന്ന് നാം നേരത്തെ കണ്ടു. ഇപ്പോൾ അവരെക്കുറിച്ച് മനുഷ്യരിൽ നിന്നും അവരുടെ അഭിപ്രായത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയവരെന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിനും കുഞ്ഞാടിനും അവർ ആദ്യഫലമായി തീർന്നിരിക്കുന്നു. ആദ്യഫലമെന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ ആദ്യമായി പഴുക്കുന്ന ഫലങ്ങളെയാണ്. പരിശുദ്ധാത്മാവിനോട് കൃത്യമായി പ്രതികരിക്കുകയും തങ്ങളുടെ ഭൂമിയിലെ ജീവിതകാലത്ത് തന്നെ പക്വമാകുകയും ചെയ്യുന്നവ ആണിവർ. അവർ തങ്ങളുടെ ജീവിതം പാഴാക്കിയവരല്ല. തങ്ങളുടെ കുരിശെടുപ്പാൻ ദൈവം നൽകിയ അവസരങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തിയില്ല. കുഞ്ഞാടിനെ അനുഗമിപ്പാൻ കിട്ടിയ സന്ദർഭം അവർ പാഴാക്കിയില്ല. സ്വയത്തിന് മരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകളെ അനുസരിക്കുകയും ചെയ്താൽ തങ്ങളുടെ വഴികളിൽ ലഭിച്ച ഓരോ അവസരവും അവർ പ്രയോജനപ്പെടുത്തി. അതിൻ്റെ ഫലമായി അവർ വേഗം പക്വത പ്രാപിച്ചു. അവരാണ് ആദ്യഫലം. നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 1:18. എല്ലാവരും ശരിയായ വിധത്തിൽ പ്രതികരിക്കുന്നവരല്ല. എന്നാൽ ചിലർ ശരിയായി പ്രതികരിക്കുകയും ആദ്യഫലമായി തീരുകയും ചെയ്യും.
144,000 എന്ന സംഖ്യ അക്ഷരികമായിരിക്കണം എന്നില്ല. ഒരു ചെറിയ എണ്ണത്തിന്റെ പ്രതീകമാണ് ആണിത്. ജീവിതത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നും ചുരുക്കം പേർ മാത്രം അത് കണ്ടെത്തുമെന്നും ആണല്ലോ യേശു പറഞ്ഞത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അംഗകഴി വെളുപ്പിച്ചവർ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരമെന്ന് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ നാം കാണുന്നു. തിരിച്ചറിവാകുന്നതിന് മുൻപ് മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അതിൽ ഉണ്ടാകും. ഗർഭഛിദ്രം മൂലം ജനിക്കാതെ പോയ ശിശുക്കളും ആ കൂട്ടത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിന്റെ നീതി അവരുടെ കണക്കുകൾ തീർക്കുന്നതിനാൽ അവരെല്ലാം സ്വർഗത്തിലുണ്ടായിരിക്കും. പക്ഷേ ജയാളികളാകാൻ അവർക്കൊരിക്കലും അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ ജീവനിലേക്കുള്ള ഇടുങ്ങിയ വഴി ബോധപൂർവം തിരഞ്ഞെടുത്തവരുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ ഉള്ളവർ വളരെ വളരെ ചുരുക്കമായിരിക്കും. മത്തായി 5, 6, 7 അധ്യായങ്ങൾ ഗൗരവമായി എടുത്തവരും ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ആദ്യഫലമായുള്ളവരാണിവർ. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമായി ഇപ്പൊ നമ്മൾ വായിച്ചു കേൾക്കുകയും അതിന്റെ ആ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ സാക്ഷ്യവാക്യ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? 4-ാമത്തെ വാക്യം 244,000 പേരെ കുറിച്ച് പറയും. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മലിനപ്പെടാത്തവർ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാത്ത ആ ഒരു ആക്ഷരികമായ ഫിസിക്കൽ അഡൽട്ടറിയെ കുറിച്ചല്ല അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഈവൻ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ വരെയും കല്യാണം കഴിച്ചവരായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വചനത്തിൽ വായിക്കുന്നു. പൗലോസ് മാത്രമേ കല്യാണം കഴിക്കാത്തതായിട്ടുള്ളതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നേ. പത്രോസിന് അമ്മായിമ്മ സൗഖ്യമാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ പത്രോസിന് ഭാര്യ ഉണ്ടായിരുന്നു, അമ്മായിമ്മ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലൊരു വാക്യം, 1 കൊരിന്ത്യർ 9-ന്റെ 5-ാമത്തെ വാക്യം, ഞാനത് പലപ്പോഴും ചില TPM-ലെ സഹോദരങ്ങളൊക്കെ ചിലപ്പം പണ്ടൊക്കെ എന്നോട് തർക്കിക്കാനൊക്കെ വന്നിട്ടുള്ള സമയത്ത് ഞാൻ ഈ ഒരു വാക്യം എടുത്ത് കോട്ട് ചെയ്യും. അപ്പോൾ അവരത് വായിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടത്തില്ല. എന്ന് വെച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം എന്താ, 1 കൊരിന്ത്യർ, അതായത് ഈ കല്യാണം വിലക്കുന്നത്, ഈ കല്യാണം കഴിക്കാതിരിക്കുന്ന എന്തോ ആത്മീയതയുടെ ഒരു കാര്യമായിട്ടൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള പല സൂഡോ ഹോളിനെസ്സിനെ കുറിച്ചൊക്കെയുള്ള പല ദുരുപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം കത്തോലിക്കരുടെ ഇടയിലാണെങ്കിലും ബിഷപ്പുമാരാകുന്ന, പിന്നെ യാക്കോബ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലൊക്കെ തന്നെ അങ്ങനെ മേലോട്ട് ബിഷപ്പും അതുപോലൊക്കെ മെത്രാപ്പൊലിത്ത അതുപോലൊക്കെ കുറേ ഇതുപോലൊക്കെ ആവണമെങ്കിൽ കല്യാണം കഴിക്കാത്തവരായിരിക്കണമെന്നും അങ്ങനെയൊക്കെ പല മാനുഷിക നിർമ്മിതമായിട്ടുള്ള പല നിയമങ്ങളും കാര്യങ്ങളും. ഇന്ന് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മളിവിടെ 1 കൊരിന്ത്യർ 9-ന്റെ 5 വായിക്കുന്നേ. പൗലോസ് അവിടെ പറയുക, ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവ് ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പോൾ ശേഷം അപ്പോസ്തലന്മാരെ പോലെ കർത്താവിൻ്റെ സഹോദരന്മാരെ പോലെയും കേഫാവ് പത്രോസിനെ പോലെയും ഭാര്യയായൊരു സഹോദരിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അധികാരമില്ലയെന്ന് പൗലോസ് ചോദിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? പൗലോസിന് ഭാര്യയില്ലായിരുന്നു, ശരി തന്നെ. എന്നാൽ പൗലോസിന് അങ്ങനെ ഒരു വിളി ഉണ്ടായിരുന്നു, സിലിബസിയുടെ ഒരു കോളിംഗ് ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് അതിനെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാം വിശ്വാസിയായിട്ടുള്ളൊരു ഭാര്യയായൊരു സഹോദരിയുമായിട്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ബാക്കിയുള്ള അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരായിട്ടുള്ളവർ, കർത്താവിൻ്റെ 4 സഹോദരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മർക്കോസ് 6-ന്റെ 3-ലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിലൊരു സഹോദരനായിരുന്നു യാക്കോബ്. ആ യാക്കോബാണ് യാക്കോബിനെ ലേഖനം എഴുതിയെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരെല്ലാം ഭാര്യയായിട്ടുള്ള സഹോദരിയായിട്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ അവരെല്ലാം കല്യാണം കഴിച്ചവരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ കല്യാണം മുടക്കുന്നത്, കല്യാണം മുടക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല, കല്യാണത്തെ വിലക്കുന്നത്, കല്യാണത്തെ വിലക്കുന്നത് പിശാചിൻ്റെ ഉപദേശമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അത് 1 തിമോത്തിയോസിൽ വായിക്കുന്നുണ്ടല്ലോ. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ അവിടെ എന്താ, ചിലർ 4-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം, സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച പൂജകൾ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. 2-ാമത്തെ വാക്യത്തിലെ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 3-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 2-ാമത്തെ വാക്യത്തിൽ അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും
അതിൻ്റെ വിവാഹം വിലക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണെന്നാ പറയുന്നേ, അത് അത് പിശാചിൻ്റെ ഉപദേശമാണെന്നുള്ള കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്. ബോഷ്ക്ക് പറയുന്നവർക്ക് അവിടത്തെ സ്വന്തം മനസ്സിൽ സ്വതന്ത്രം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ല സ്വതന്ത്രം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞത് അവർ ഡോക്ട്രിൻ ഓഫ് ഡീമൺസ്, അത് മലയാളം പരിഭാഷയിൽ അത് ഇവിടെ ആയിട്ട് വരും എന്നുള്ള കാര്യം അതെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ മലയാളം പരിഭാഷയിൽ ഒന്നാമത്തെ വാക്യത്തിലെ ഭൂതങ്ങളുടെ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിഭാഗത്തെ വിലക്കുന്ന കാര്യം വായിക്കുന്നത് 1 തിമോത്തിയോസ് 4:1 എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഡോക്ട്രിൻ ഓഫ് ഡീമൺസ്, വ്യാജാത്മാക്കൾ, ഭൂതങ്ങളുടെ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പല ഉപദേശങ്ങളുണ്ട്. ചില ഭക്ഷണങ്ങൾ വിലക്കുന്നു, അത് കഴിഞ്ഞിട്ട് വിവാഹം വിലക്കുന്നു. അപ്പോൾ അത് കർത്താവിൻ്റെ ഉപദേശമല്ല, ഭൂതങ്ങളുടെ ഉപദേശമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ വചനത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പല ആൾക്കാരും നമുക്ക് ഇങ്ങനെ അവർക്ക് ഇഷ്ടമല്ല നമ്മളെ കാര്യങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടൊക്കെ പറയും. നമുക്ക് അത് ശരിയായിരിക്കും ഇത് ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. പക്ഷേ നമ്മൾ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ഒരു കാര്യം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അത് അവർക്കൊന്നും അവർക്ക് റെഫ്യൂട്ട് ചെയ്യുവാൻ അവർക്കത് മറുത്തു പറയാനൊന്നുമില്ലാതെ വണ്ണം വചനത്തിലെ കാര്യങ്ങൾ വ്യക്തമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആത്മീയ വ്യഭിചാരത്തെ കുറിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് സ്ത്രീകളാൽ മലിനപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ 144 പേരുടെ കൂട്ടത്തിലാവത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും ദുരുപദേശം തന്നെയാണ്. ഇന്ന് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ വരെയും കല്യാണം കഴിച്ചവരായിരുന്നു. അവർ അങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തത് എന്നുള്ള കാര്യം, ശുശ്രൂഷ ചെയ്യുന്നവർ TPM-ലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർ കല്യാണം കഴിക്കരുത് എന്നൊക്കെയുള്ള ഓരോ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ തന്നെ കല്യാണം കഴിച്ച് ഭാര്യമാരോട് കൂടെ തന്നെ അവർ ശുശ്രൂഷ ചെയ്തു എന്നുള്ള കാര്യം വചനത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വചനത്തോട് പലരും പല ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത് അവർ കന്യകമാരാകില്ല. ആ ആത്മീയ വ്യഭിചാരത്തെക്കുറിച്ച് ഇവിടെ മലിനപ്പെടുത്തുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വചനം കൊണ്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ വെളിപാട് 14-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഈ ആത്മീയ ഇവിടെ ഒരു സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്ത, അപ്പോൾ ഏത് സ്ത്രീയാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ബാബിലോണിന്റെ വീഴ്ചയെക്കുറിച്ച് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഈ ബാബിലോണിനെ ഒരു മഹാവേശിയോടും ആ മഹാവേശിക്ക് ഒരുപാട് പെൺമക്കളുള്ളതായിട്ടും വേശ്യമാരായ പെൺമക്കളുള്ളതായിട്ടുമാണ് നമ്മൾ വെളിപാട് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് മദർ ഓഫ് ഹാർലറ്റ്സ് വെളിപാട് 17-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇത് മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡോട്ടർ ഹാർലറ്റ്സ് ഉള്ളതായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ സ്ത്രീകളെ കുറിച്ച്, അതായത് ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ യാക്കോബ് 4:4 വായിച്ച് കിട്ടുന്ന പോർഷൻ നമുക്കിപ്പോൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ തുടർന്ന് ആ കാര്യങ്ങൾ ചിന്തിക്കാം. ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവർ ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ലോകത്തോട് ഉള്ള ഒരു ചെങ്ങാത്തം എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ എന്താ, കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപമാണ് ലോകം എന്ന് 1 യോഹന്നാൻ 2:6 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൺമോഹം എന്ന് പറയുമ്പോൾ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വേണം എന്നുള്ള ഒരു കൺമോഹം. പിന്നെ ജഡമോഹം, ലൈംഗികമായിട്ടുള്ള പാപങ്ങളാവട്ടെ, ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിനും വെളിയിലുള്ള ഉറക്കമോ ഭക്ഷണമോ ലൈംഗികതയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജഡമോഹം. പിന്നെ ജീവനത്തിൻ്റെ പ്രതാപം, സെൽഫ്, ഞാൻ, നമ്മുടെ ഈഗോ, ആ ഒരു സെൽഫ് പ്രൈഡ്, സെൽഫ് പിറ്റി, സ്വയസഹതാപം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ജീവനത്തിൻ്റെ പ്രതാപത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലോകവ്യവസ്ഥയോടുള്ള, ലോകത്തിൻ്റെ ഒരു പോക്കിനോടുള്ള ഒരു ചങ്ങാത്തം എന്നാൽ യേശുവിൻ്റെ കാന്തയാന്ന് പറയുകയും ചെയ്യും. ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നേ, ലോകത്തിൻ്റെ നമ്മളവിടെ ആ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ആ വാക്യം കൂടെ വായിച്ച് നമുക്കിന്ന് നിർത്താവില്ല. യാക്കോബ് 4:4 വ്യഭിചാരങ്ങളുള്ളൊരു ലോകസ്നേഹ ദൈവത്തോട് ശത്രുത്വമാകുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ആകെ ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല. ലോകത്തിന് സ്നേഹിതന ആയ പിന്നെ പറയുകയും വേണ്ട, എന്നാൽ ആവാനൊരു ഇച്ഛ എങ്കിലും അതിനൊരു ഡിസയേഴ്സ് ഹൂ വിഷസ് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ സ്നേഹിതൻ, ആ ലോകക്കാരെല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിലൊക്കെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ആത്മീയ വ്യഭിചാരമാണ്. ക്രിസ്തുവാകുന്ന ഏകപുരുഷനെ നമ്മൾ നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദത്തം ചെയ്തിരിക്കുക. 2 കൊരിന്ത്യർ 11-ന്റെ 2-3 വാക്യങ്ങൾ നമുക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്തുവാണ് മണവാളെന്ന് പറയുകയും ചെയ്യും. ലോകമാകുന്ന ജാരന്മാരുടെ കൂടെ ആണ് നമ്മളുടെ ഫ്ലറ്റേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ നടപ്പ് എന്നുണ്ടെങ്കിൽ അതൊരു ആത്മീയ വ്യഭിചാരമാണ്. അങ്ങനെയുള്ള ആത്മീയ വ്യഭിചാരത്താൽ
കളങ്കപ്പെടാത്തവർ എന്നാണ് ഇവരെക്കുറിച്ച്, ഈ 144 പേരെ കുറിച്ച് പറയുന്നത്. അവർ കന്യകമാരാകിയ സ്ത്രീകളോട്, ഈ ബാബിലോണിൻ്റെ ഡോട്ടർ ഹാർലറ്റ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ബാബിലോൺ എന്ന് പറഞ്ഞാൽ മഹാവേശ്യ പറഞ്ഞാൽ അതായത് വ്യാജസഭയെ കുറിക്കുന്ന ഒരു കാര്യമാണ്. വ്യാജസഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സഭയാണെന്ന് പറയുകയും എന്നാൽ ലോകത്തിലെ കാര്യങ്ങളാണ് അവിടെ പണവും പ്രതാപവും ലോകത്തിൻ്റെതായ പാപ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാര്യങ്ങൾ. അതാണ് അങ്ങനെ അതിൽ തന്നെ പാപത്തിനെതിരെ ഒന്നും പറയാതെ ഒരു ഭക്തിയുടെ വേഷം മാത്രമുള്ള ഒരു വ്യാജസഭ, അതാണ് ബാബിലോൺ. അത് 7 മലകളിൽ മേലിരിക്കുന്ന സ്ത്രീയാണെന്നൊക്കെ നമ്മൾ വെളിപാട് 17:9 വായിക്കുന്നുണ്ട്. സിറ്റി ഓൺ 7 ഹിൽസ് റോമാണെന്നറിയാം. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒക്കെയും ഈ ഒരു ഡോട്ടർ ഹാർലറ്റ്സിൻ്റെ ആ ഒരു ലോക വ്യവസ്ഥയിലോട്ട് പോയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന സഭയും ആ ഒരു രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത എപ്പോഴും ഉണ്ട്. നമ്മളാരെയും കല്ലെറിയാനല്ല, മറിച്ച് നമുക്ക് വിവേചിച്ച് നമുക്കും ആ ഒരു സ്പിരിറ്റ് ഓഫ്, നമ്മൾ ഏറ്റവും നല്ല സഭയിലായിരിക്കുമ്പോൾ തന്നെ ഒരു ബാബിലോണിൻ്റെ സ്പിരിറ്റോട് കൂടി നമുക്ക് ഇരിക്കാനൊരു സാധ്യതയുണ്ടെന്ന് സാങ്ക്വേർ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ലോകത്തോടൊരു ചങ്ങാത്ത നമുക്കുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ പാർട്ടാണ്, നമ്മുടെ ഏത് സഭയുടെ ഭാഗമായി തീർന്നാൽ പോലും. എന്നാൽ അങ്ങനെയുള്ള ബാബിലോണിയൻ സഭയിലൂടെ ഭാഗമാകുന്നവരെ നിങ്ങളെല്ലാവരും ഇറങ്ങി വിട്ടുപോരുവിൻ, അല്ലെങ്കിൽ നിങ്ങൾക്കും അവളുടെ ന്യായവിധിക്കും ഉള്ള ശിക്ഷയുടെ കൂടെ നിങ്ങൾക്കും അതിൻ്റെയൊക്കെ പങ്ക് കിട്ടുമെന്നൊക്കെയാണ് ഇതേ വെളിപാട് 18-4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. സുഹൃത്ത് എന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെ അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവൻ. ഈ ബാബിലോൺ സമ്പ്രദായം, ആ ഒരു വ്യാജസഭ, അങ്ങനെയുള്ള ഡെഡ് ഡിനോമിനേഷൻസ്, പണവും പ്രതാപവും ലോകത്തിൻ്റെതായ രീതിയിലുള്ള വചനപ്രകാരമല്ലാത്ത പല കാര്യങ്ങളെയും പരിപോഷിപ്പിച്ച് അതിന് അങ്ങനെയൊക്കെയുള്ള ഒരു കറപ്റ്റ് ലീഡർഷിപ്പുള്ള, അത് വേർപെട്ട സഭകളിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നടപാടുന്നതായിട്ട് നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് അറിയാനൊക്കും. അപ്പോൾ റോമൻ കാത്തലിക് സഭ മാത്രമല്ല, അതിൽ നിന്ന് വേറിട്ട് വന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളാവട്ടെ, അതിൽ നിന്നും വേർപെട്ട സഭകളാവട്ടെ, എവിടെ ആണെങ്കിലും ഈ ബാബിലോണിയൻ സ്പിരിറ്റിനാൽ കറപ്റ്റഡ് ആകാനും വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളുടെ ജീവിതം, നമ്മളിപ്പോൾ ഏറ്റവും നല്ല സഭയിൽ, നമുക്ക് ദൈവം തന്ന വെളിച്ചത്തിനനുസരിച്ച് ഏറ്റവും നല്ല സഭയിൽ നമ്മളായിരിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പോലും ആ ഒരു സ്പിരിറ്റിനാൽ കറപ്റ്റഡ് ആകാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. നല്ലൊരു ഭയഭക്തിയോടെ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ 144,000 പേരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ലോകത്തിൻ്റെ കറപെടാതെ മലിനപ്പെടാത്തവരായിട്ട് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിച്ചവർ മാത്രമല്ല, അനുഗമിക്കുന്നവർ, അതായത് അവർ ഭൂമിയിൽ അനുഗമിച്ചു, നിത്യതയിലും കർത്താവ് പോകുന്നിടത്തൊക്കെയും കർത്താവിനെ അനുഗമിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ഫ്രീഡം ഉള്ള, അതുപോലെ കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നവരാകുവാൻ, അത് എത്ര വലിയ ഭാഗ്യം! നിത്യത മുഴുവൻ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കാനുള്ളൊരു ഭാഗ്യം. നിയർനെസ് ടു ദ ലോർഡ് ഇസ് മൈ ഗുഡ്. കർത്താവിനുള്ള സാമീപ്യമാണ് എൻ്റെ നന്മ എന്ന് നമ്മൾ സങ്കീർത്തനം 75:28 നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബിബിൻ ആ വാക്യം അത് ഷെയർ ചെയ്തായിരുന്നല്ലോ, അത് റെഫർ ചെയ്തായിരുന്നല്ലോ. നിയർനെസ് ടു ദ ലോർഡ്. അപ്പം കർത്താവിനോട് നിത്യതയിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് നിത്യതയിലെ ഏറ്റവും വലിയ പ്രതിഫലം. കിരീടവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലങ്കാരിക ഭാഷ മാത്രമല്ല, കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ്, കർത്താവിൻ്റെ കാന്തയോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് നിത്യതയിലെ ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവം തന്ന വെളിച്ചത്തിൽ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുകയാണെങ്കിൽ അന്നും കർത്താവിനോട് നമുക്ക് ഏറ്റവും ചേർന്നിരിക്കാനൊക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾ ദൈവം കാണിച്ചു തരുമ്പോൾ അതുപോലെയൊക്കെയുള്ള ചില സ്വയസഹതാപവും, അല്ലെങ്കിൽ സ്വയസഹതാപം പറഞ്ഞാൽ അയ്യോ പാവം ഞാൻ എന്നുള്ളൊരു രീതിയിലുള്ള നമ്മുടെ സ്വയകേന്ദ്രിതമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളും, കർത്താവിന് ചേരാത്തതായിട്ട് പല നിഗളവും, വിധിക്കുന്ന മനോഭാവമോ, കോപമോ, ക്രോധമോ, ക്ഷമയോ, ആകുല ചിന്തകളോ, അങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾ, പണസ്നേഹം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഒരു പറ്റിച്ചേരൽ, മനുഷ്യമാനം തേടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ, പിന്നെ അശുദ്ധമായിട്ടുള്ള പല പല കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ, കോപം, ക്രോധം, പരാതി, വെറുപ്പ്, വിധിക്കുന്ന മനോഭാവം, നമ്മൾ മത്തായി 5-6-7 അധ്യായങ്ങളിലൊക്കെ കാണുന്ന പാപങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നാം ഇതിനെ ശുദ്ധീകരിച്ച് കർത്താവിനോട് ഏറ്റവും ചേർന്നിരിപ്പാനും, അങ്ങനെ അന്ന് നിത്യതയിൽ കർത്താവ് പോകുന്നിടത്തൊക്കെയും ഇന്ന് തന്നെ കർത്താവ് പോകുന്നിടത്തൊക്കെയും കർത്താവിനെ ക്രൂശെടുത്ത് അനുഗമിക്കാനും അന്നും നിത്യതയിൽ അനുഗമിക്കാനും ഒക്കെ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, നന്ദി കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതേ കർത്താവ്, അവിടുന്ന് പോകുന്നിടത്തൊക്കെയും അങ്ങേ അനുഗമിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം.
ഇന്ന് തന്നെ അവിടുന്ന് ക്രൂശെടുത്ത് കർത്താവെ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പിതാവിനെ അനുഗമിച്ചതുപോലെ ആ കാൽപ്പാടുകളിൽ പദമൂന്നി നടപ്പാൻ ഞങ്ങളെയും സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ ഓരോ ദിവസത്തിന് ഓരോ ചൂടും കർത്താവെ ഞങ്ങൾ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമല്ല എന്നുള്ള ആ ഒരു സമർപ്പണത്തോടായിരിക്കാൻ എപ്പോഴും അവിടുത്തെ മുമ്പാകെ ഒരു സീറോ ആയിട്ട് വട്ടപ്പൂജ്യമായിട്ട് ഒരു നോബഡി ആയിട്ട് ഏതുമില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ താഴ്മയോടെ നുറുക്കത്തോടായിരിക്കാൻ അവിടുത്തെ ആത്മാവിനെ നിറയപ്പെട്ട് കർത്താവെ അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു ഫ്രഷ്നെസ്സോടുകൂടി കർത്താവെ അവിടുത്തെ കർത്താവ് പുതിയ പാട്ട് പാടുന്നവരായിട്ട് പരാതിയുടെയും വെറുവെറുപ്പിൻ്റെയും പഴയ അവസരമല്ല ജഡത്തിൻ്റെ അവസരമല്ല മറിച്ച് ആത്മാവിൻ്റെ പുതിയ പാട്ട് ആ ഒരു കർത്താവെ അതിപരിശുദ്ധ സ്ഥലത്ത് പുതിയ മന്നയോടുള്ള ഒരു ഫ്രഷ്നെസ്സോടുകൂടി അങ്ങോടൊപ്പം പാടുവാൻ കർത്താവെ ഞങ്ങളെ ഇന്ന് തന്നെ ശീലിപ്പിക്കണം കർത്താവെ. ലോകത്തോടുള്ള കറപ്പെടാതെ ഞങ്ങളെ കർത്താവ് അവിടുന്ന് കാത്തു സൂക്ഷിക്കണം. ലോകത്തിൻ്റെതായ കൺമോഹവും ജഡമോഹവും ജീവനത്തിൻ്റെ പ്രതാപം അതുപോലുള്ള വളരെ സെറ്റിലായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കർത്താവെ അതിനെക്കുറിച്ചൊക്കെ അവിടുന്ന് വെളിച്ചം തരുമ്പോൾ കർത്താവെ ഞങ്ങളെ തന്നെ ന്യായീകരിക്കാതെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും കർത്താവ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് കർത്താവ് നിത്യതയിൽ അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് ന്യായത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു കർത്താവ് ലജ്ജിക്കുവാൻ തക്കവണ്ണം ഇടവരാതെ വണ്ണം ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുന്നതല്ലേ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.